BBA 2019 അഡ്മിഷൻ 4th സെമസ്റ്റർ കോർ കോഴ്സ് പേപ്പറായ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ വീഡിയോ ക്ലാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രിപ്പയർ ചെയ്തത് ഡോക്ടർ സുധീഷ്, അസിസ്റ്റന്റ് പ്രൊഫസർ SDE, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. നമ്മളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരുടെ കൈവശവും 4th സെമസ്റ്റർ ഈ ഒരു പേപ്പറിന്റെ ബുക്സ് കൈവശം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വീഡിയോ ക്ലാസ് കേൾക്കുവാൻ വേണ്ടിയിട്ട്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ പ്രോബ്ലംസ് ആണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ അത് ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ എക്സാം പാറ്റേൺ അറിയാൻ 2 മാർക്കിന്റെയും ഷോർട്ട് ആൻസർ ടൈപ്പ്, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ essay ടൈപ്പ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ 60-40 എന്നുള്ള അനുപാതത്തിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് തിയറിയും പ്രോബ്ലംസും വരുന്നത്. പ്രോബ്ലം പോലെ തന്നെ ഇമ്പോർട്ടന്റ് തന്നെയാണ് തിയറീസ്. ഫസ്റ്റ് ചാപ്റ്റർ മുഴുവൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ തിയറീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ തിയറീസ് മുഴുവനായിട്ട് എന്ത് ചെയ്യാം, നോക്കിയിട്ട് പോകുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എഴുതുന്ന രീതിയിൽ പോയിന്റ് വൈസ് എന്ത് തന്നെ ക്ലാസ്സുകൾ കേട്ടിട്ട് ആ പോയിന്റ് വൈസ് നോട്ട് ചെയ്തിട്ട് പോകുക. പ്രോബ്ലം വൈസ് സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഉള്ളത്, അത് മുഴുവനായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 5 മൊഡ്യൂളുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് തിയറി പാർട്ടാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആൻഡ് ലേബർ, അതിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇനിയുള്ള എല്ലാ മൊഡ്യൂളുകളിലും പ്രോബ്ലംസ്, സിമ്പിൾ പ്രോബ്ലംസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ തേർഡ് മൊഡ്യൂൾ ഓവർഹെഡും അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനും. ഫോർത്ത് മൊഡ്യൂൾ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, അതിൽ ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉണ്ട്, പ്രോസസ് കോസ്റ്റിംഗ്, 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിൽ മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊഡ്യൂൾ 1 കോസ്റ്റ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ചില ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്, അതായത് കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തത്. സാധാരണ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ദാറ്റ് ദ ബിസിനസ് എന്റർപ്രൈസ് ഈസ് മേക്കിംഗ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ് പർട്ടിക്കുലർ ഡേറ്റ്. സാധാരണ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബിസിനസിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മാത്രമാണ് ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടുക. അതിന്റെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ കിട്ടുക. The financial accounting reports helps the management to control in a general way the various functions of the business, but it fails to give detailed report on the efficiency of various results. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ നമുക്ക് കറക്റ്റ് ആയിട്ട് ബിസിനസ് ആ പറഞ്ഞ രീതിയിൽ മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ഒരു ഡിവിഷന്റെയും എഫിഷ്യൻസി തീരുമാനിക്കുന്നത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഏതിൽ തരുന്നില്ല, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് തരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് പുതിയൊരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. The costing terminology CIMI London defines costing as the technique and the process of ascertaining cost. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക്കിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദീസ് ടെക്നിക് കൺസിസ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് വിച്ച് ഗവേൺ ദ procedure of ascertainment of cost of product or services, the techniques to be followed for the analysis of expense, and the process by which such an analysis should be related to product or service differ from industry to industry. These techniques are also dynamic and they change with the time. Cost accounting may be regarded as a specialized branch of accounting which involves classification, accumulation, assignment and control of cost. ഈ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ കോസ്റ്റ് ഫ്രം ദ പോയിന്റ് അറ്റ് വിച്ച് ദ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ്. ഒരു എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആകുന്ന അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മുതൽ അതിനെ അക്കൗണ്ട് ചെയ്യപ്പെടുന്ന, ആ കോസ്റ്റിനെ അക്കൗണ്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. It's ultimate relationship with the cost center and cost unit. In its widest usage, it embraces the preparation of statistical data and application of cost control method and the ascertainment of profitability of activity carried out or planned. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്.
Weldon defines cost accounting as classifying, recording, and appropriate allocation of expenditure for determination of cost, product or services, and for the presentation of suitably arranged data purpose of control and guidance of management. It is thus a formal mechanism by which a cost of product or service are ascertained and controlled. Objectives of cost accounting. Cost accounting aims at a systematic recording of expense and analysis of the same so as to ascertain the cost of each product manufactured or service rendered by an organization. അതിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അനലൈസ് ആൻഡ് ക്ലാസിഫൈ ഓൾ എക്സ്പെൻഡിച്ചർ വിത്ത് റെഫറൻസ് ടു കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ഓപ്പറേഷൻസ്. എല്ലാ എക്സ്പെൻഡിച്ചറുകളും കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷനുമായിട്ട് ക്ലാസിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു അറൈവ് at the cost of production of every unit or job, operation, process, department or service, and to develop a cost standard. To indicate to the management any inefficiencies and the extent of various forms of waste, whether of material, time, expense, and use of material, machinery, equipment, and tool. Analysis of the cost unsatisfactory result may indicate remedial measures. To provide data for periodical profit and loss account and balance sheet at such intervals, example weekly, monthly, or quarterly, as may be decided by the management during the financial year, not only for the whole business but also by department or individual product. Also to explain in detail the exact reason for profit and loss revealed in total in the profit and loss. To reveal source of economies in production having regard to methods, type of equipment, design, output and layout, daily, weekly, monthly or quarterly information may be necessary to ensure prompt constructive action. To provide actual figures of cost for comparison with estimate and serve as a guide for future estimate or quotations, and to assist management in their price fixing policy. To show where standard costs are prepared, what the cost of production ought to be, and with which the actual cost which are eventually recorded by may be compared. To present comparative cost data for different periods and volume of output, and to provide guidance in the development of business. This is also helpful in budgetary control. To record the relative production result of each unit of plant and machinery in use as a basis for examining its efficiency. A comparison with the performance of other types of machines may suggest the necessary for replacement. To provide a perpetual inventories of stores and other materials so that in time profit and loss account and balance sheet can be prepared without stock taking, and checks on stores and adjustment are made at frequent intervals. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോസ്റ്റ് യൂണിറ്റ് എന്തെന്നുള്ളത്. ദ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ലണ്ടൻ ഡിഫൈൻസ് എ യൂണിറ്റ് ഓഫ് കോസ്റ്റ് ആസ് എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം റിലേഷൻ ടു which cost may be ascertained or expressed. The forms of measurement used as cost unit are usually the unit of physical measurement like number, weight, area, length, value, time, etc. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആകാം അല്ലെങ്കിൽ ടൈം ആകാം, ഒരു കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതോ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ മെഷർമെന്റ് ആണെങ്കിൽ ആവാം, നമ്പർ, വെയിറ്റ്, ഏരിയ, ലെങ്ത്, വാല്യൂ, ടൈം ഇതെല്ലാം ആകാം. ഫോളോയിങ് ആർ സം ഓഫ് എക്സാമ്പിൾ ഓഫ് കോസ്റ്റ് യൂണിറ്റ്. ഇൻഡസ്ട്രി പ്രോഡക്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റ് ബേസ്. ഓട്ടോമൊബൈൽ ആണെങ്കിൽ നമ്പേഴ്സ്, ബ്രിക്ക് വർക്ക് ആണെങ്കിൽ പെർ 1000 ബ്രിക്സ്, സിമെന്റ് പെർ ടൺ, കെമിക്കൽ ആകുമ്പോൾ ലിറ്റർ, ഗാലൻ, കിലോഗ്രാം, ടൺ, സ്റ്റീൽ ആകുമ്പോൾ ടൺ, ഷുഗർ വരുന്ന സമയത്ത് ടൺ, ട്രാൻസ്പോർട്ട്, പാസഞ്ചർ പെർ കിലോമീറ്റർ അല്ലെങ്കിൽ ടൺ പെർ കിലോമീറ്റർ. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റോ സർവീസസോ അല്ലെങ്കിൽ ടൈം ആകാം, ഏതെങ്കിലും ഒന്ന് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അസർട്ടൈൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെ, കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് കോസ്റ്റ് സെന്റർ എന്നുള്ളത്. According to Chartered Institute of Management Accountants, London, cost center means a location or person or item of equipment, a group of these, for which cost ascertained and used for purpose of cost control. നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ, പേഴ്സണോ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോസ്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് സെന്റർ ഈസ് ദ സ്മോളസ്റ്റ് ഓർഗനൈസേഷണൽ subunit for which separate cost collection is attempted. Thus, cost center refers to one of the convenient unit into which the whole factory organization has been appropriately divided for costing purposes. In each such unit consists of a department, sub-department, or item of equipment, machinery, or a person or a group of persons.
സാധാരണ ഒരു വലിയൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ ഈ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ആകാം, സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, എക്യുപ്മെന്റിന്റെ ഐറ്റംസ് വൈസ് നോക്കാം, മെഷീനറി വൈസ് നോക്കാം, പേഴ്സൺ വൈസ് നോക്കാം, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ വൈസ് നോക്കാം. ഇങ്ങനെയുള്ള അതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, although an assembly department may be supervised by one foreman, it may contain several assembly lines. Sometimes each assembly line is regarded as a separate cost center with its own assistant foreman. ഒരു ഫോർമാൻ ഉള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അസംബ്ലി ഡിപ്പാർട്ട്മെന്റിൽ ഒന്നിൽ കൂടുതൽ അസംബ്ലി ലൈൻ ഉണ്ടെങ്കിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് സെന്റർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക ഫോർ കോസ്റ്റ് കൺട്രോൾ പർപ്പസസ്. അവിടെ നോക്കുക, the selection of suitable cost center or cost unit for which costs are ascertained in an undertaking depends upon a number of factors which are listed as follows: organization of the factory, conditions of incidence of cost, requirements of the costing system, suitability of the unit or centers for cost purpose, availability of information, management policy regarding making a particular choice from several alternatives. Next വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടേമാണ് പ്രോഫിറ്റ് സെന്റർ എന്നുള്ളത്. A profit center is the segment of activity of a business which is responsible for both revenue and expense and disclose the profit of a particular segment of activity. Profit center are created to delegate responsibility to individuals and measure their performance. അത് രണ്ട് രീതിയിലാണ്. സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി തന്നെയാണ് ബിസിനസ്സിൽ. അതിൽ റവന്യൂ ആകാം, എക്സ്പെൻസ് ആകാം, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആകാം. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആകാം. Profit center are created to delegate responsibility to individual and measure their performance. അതായത് ഇൻഡിവിജ്വൽസിന്റെ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് സെന്റർ നമ്മൾ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് പ്രോഫിറ്റ് സെന്റർ തീരുമാനിക്കുന്നത്. Difference between profit center and cost center. Cost center are created for accounting convenience of cost and their control, whereas profit center is created because of decentralization of operation. അതായത് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്, നമ്മുടെ കൺവീനിയൻസ്, കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ് കോസ്റ്റ് സെന്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷന്റെ ഡീസെൻട്രലൈസേഷൻ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് സെന്റർ തീരുമാനിക്കുന്നത്. Cost centers are not autonomous, whereas profit centers are autonomous. A cost center does not have a target cost, but efforts are made to minimize cost. But each profit center has a profit target and enjoys authority to adopt such policy as are necessary to achieve its target. Last difference: there may be a number of cost center in a profit center. In a profit center, as production or service cost center or personal or impersonal, but a profit center may be subsidiary company within a group or division of a company. And next topic, cost classification. Cost classification means the important ways of classification. Cost can be classified or grouped according to their common characteristics by nature of element. According to this classification, costs are classified into three categories: material, labor and expense. മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. മെറ്റീരിയൽ ആവാം, ലേബർ ആകാം, എക്സ്പെൻസ് ആകാം. മെറ്റീരിയൽസ് ക്യാൻ ഫർദർ ബി സബ്ഡിവൈഡ് ആൻഡ് സബ് ക്ലാസിഫൈഡ് ആസ് റോ മെറ്റീരിയൽസ് ആകാം, കോമ്പോണൻസ് ആകാം, സ്പെയർ പാർട്സ് ആകാം, കൺസ്യൂമർ സ്റ്റോർസ് ആകാം, പാക്കിംഗ് മെറ്റീരിയൽസ് ആകാം. This helps in finding the total cost of production and percentage of material, labor or other expense constituted in the total cost. It also helps in valuation of work in progress. By function വരുന്ന സമയത്ത് this classification is on the basis of incurred in various functions of an organization: production, administration, selling and distribution. According to classification, costs are divided into manufacturing and production cost and commercial cost. Manufacturing and production costs are cost involved in manufacture, consider fabrication of product. Commercial costs are administration cost and selling and distribution cost. In a third category എന്ന് പറയുന്നത് by degree of traceability to the product. According to the cost are divided into direct cost and indirect cost. Direct cost are those costs which are incurred for a particular product and can be identifiable with a particular cost center or cost unit. Example: materials, labor. Indirect cost are those costs which are incurred for the benefit of a number of cost center or cost unit and cannot be conveniently identified with a particular cost center or cost unit. Rent of building, electricity charges, salary of staff, etc. Fourth category, by changes in activity or volume. According to this costs are classified according to their behavior in relation to changes in level of activity or volume of production. They are fixed, variable and semi-variable cost.
Fixed costs are those costs which remain fixed in total amount with increase or decrease in the volume of output or productive activity for a given period of time. Fixed cost per unit decreases as production increases and vice versa. Fixed cost in the കാര്യത്തിൽ എപ്പോഴും total fixed cost ഒരു remain unchanged ആണ്, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഔട്ട്പുട്ടിന്റെ ചേഞ്ചിനനുസരിച്ച് എന്ത് മാറ്റം ഉണ്ടാകില്ല, ഫിക്സഡ് കോസ്റ്റ് ഇൻ ടോട്ടൽ ഒരു തരത്തിലും ചേഞ്ച് ഉണ്ടാകില്ല. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. ആ ചേഞ്ചസ് മാത്രം പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും ചേഞ്ച് ആകും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. Example, rent, insurance of factory building, factory manager salary, etc. Variable costs are those costs which vary in direct proportion to the volume of output. These costs fluctuate in total but remain constant per unit as production activity changes. Example, direct material cost, direct labor cost, power, repairs, etc. Variable cost consider ചെയ്യുന്ന സമയത്ത് ഇതിന്റെ total cost എന്ന് പറയുന്നത് direct proportion to volume of output ആണ്. Volume of output കൂടുന്നതനുസരിച്ച് ടോട്ടലിൽ ചേഞ്ച് ഉണ്ടാകും. പക്ഷെ കോൺസ്റ്റന്റ് അതായത് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൽ ടോട്ടലിൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാകുള്ളൂ. സെമി വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. For example, depreciation for 2 shift working, the total depreciation may be only 50% more than that for single shift working. There may be changes with comparatively small changes in output but not in the same proportion. അതിനാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അസോസിയേഷൻ വിത്ത് ദ പ്രോഡക്റ്റ്. Cost can be classified as product cost and period cost. Product cost are those costs which are traceable to the product and included in inventory cost. Thus, product cost is full factory cost. Period cost are those costs on the basis of time, such as rent, salaries. Thus, it includes all selling and administration cost. These costs are incurred for a period and treated as expense. Next category, by controllability. The CII defines controllable cost as a cost which can be influenced by the action of a specified member of an undertaking, and non-controllable cost as a cost which cannot be influenced by the action of a specified member of an undertaking. By normality, there are normal costs and abnormal costs. Normal costs are those costs which are normally incurred at a given level of output under normal condition. Abnormal costs are costs incurred under abnormal conditions, such as which are not normally incurred in the normal course of production. Damaged goods due to machine breakdown, extra expense due to disruption of electricity, inefficiency of workers, etc. Next category, by relationship with the accounting period. There are capital and revenue expense depending on the length of the period of which it is incurred. The cost which is incurred in purchasing an asset either to earn income or the earning capacity of the business is called capital cost. For example, machines വാങ്ങുന്നത്, ഫാക്ടറിയിലുള്ള മെഷീൻസ് വാങ്ങുന്നത്. The cost which is incurred for maintaining an asset or running a business is revenue expenditure. Cost of material ആകാം, salary wages paid ആകാം, depreciation, repairs and maintenance, selling and distribution, etc. By time, cost can be classified as historical cost and predetermined cost. Types, methods and techniques of costing. The general fundamental principle of ascertaining cost are the same in every system of cost accounting, but the method of analysis and presenting of cost vary from industry to industry. Different methods are used for because of business enterprise vary in their nature and in the type of product or service they produce or render. Basically, there are two principles of costing, namely job costing and process costing. ജോബ് കോസ്റ്റിംഗിന്റെ വേറെ വകഭേദങ്ങളാണ് ഈ നാലെണ്ണം എന്ന് പറയുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ആകാം, ബാച്ച് കോസ്റ്റിംഗ്, അതുപോലെ ടെർമിനൽ കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഈ 4 രീതിയിലുള്ളത്. നമ്മുടെ സിലബസ് പ്രകാരം ജോബ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗും ആണ് നമ്മൾ 4th മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ അനുബന്ധമായിട്ട് വരുന്ന പ്രോസസ് കോസ്റ്റിംഗ്, ഇതിനെക്കുറിച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഈ ടൈപ്പ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്, ബാച്ച് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്, ടെർമിനൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്, അതുപോലെ ഓപ്പറേഷൻ കോസ്റ്റിംഗ്.
പിന്നെ വരുന്ന സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഡിസ്റ്റിങ്ക്റ്റ് ഒരു പ്രോഡക്റ്റ് തന്നെ വേറൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോസസ് ഉണ്ടാകും. ഓരോ സ്റ്റേജിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അസർടൈൻ ചെയ്യുക. അതാണ് ഏതിൽ ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗിൽ ചെയ്യുന്നത്. പിന്നെ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓർ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് where the single article is produced or service is rendered by continuous manufacturing activity. The cost of the whole production cycle is ascertained as a process or a series of process, and the cost per unit is arrived at by dividing total cost by number of units produced. കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ് കോസ്റ്റിംഗിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ടോട്ടൽ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നത്. ഫോർത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ വേർ സർവീസസ് ആർ റെൻഡേർഡ് റാദർ ദാൻ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ സർവീസ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും സർവീസ് റെൻഡർ ചെയ്യുന്നതിനുള്ള കോസ്റ്റിനെ അസർടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ പ്രൊസീജിയർ ഈസ് സെയിം ആസ് ദ കേസ് ഓഫ് സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ദ ഓപ്പറേഷൻ ആർ ഡിവൈഡഡ് ബൈ ദ യൂണിറ്റ്സ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് സർവീസ് ഈസ് അറൈവ്ഡ് അറ്റ്. This method is employed in railways, road transport, water supply undertakings, telephone services, electricity companies, hospital services, municipal services, etc. Next type of costing method ആണ് multiple or complete costing. Some products are so complex that no single system of costing is applicable. It is used where there are variety of components separately produced and subsequently assembled in a complex production. Total cost is ascertained by computing component cost which is collected by job or process costing and then aggregating that cost through use of the single or output costing system. This method is applicable to manufacturing concern produce motor car, aeroplane, machine tools, typewriters, radios, cycles, sewing machine, etc. Multiple costing പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ടെങ്കിൽ നിരവധി ആയിട്ടുള്ള ജോബ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് ഇതെല്ലാം അസംബിൾ ചെയ്തുകൊണ്ട് കമ്പൈൽ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പോണന്റ് കോസ്റ്റിംഗിൽ തീരുമാനിക്കുന്നത്. ഇപ്പൊ മോട്ടോർ കാറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഡിഫറെന്റ് പാർട്സ് വേറെ ആയിട്ട് അസംബിൾ ചെയ്തുകൊണ്ടിട്ട് അവസാനമാണ് അസംബിൾ ചെയ്തിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. പിന്നെ വരുന്ന യൂണിഫോം കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്റ്റിങ്ക്ട് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ബൈ ഇറ്റ്സെൽഫ്. ഇറ്റ് ഈസ് ദ നെയിം given to a common system of costing followed by a number of firms in the same industry. This helps in comparing performance of one firm with that of another. Next ലാസ്റ്റ് വരുന്ന ഒരു കോസ്റ്റിംഗ് ആണ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ്. വെൻ കോസ്റ്റ് ആർ അസൈൻഡ് ഡിപ്പാർട്ട്മെന്റ് ബൈ ഡിപ്പാർട്ട്മെന്റ് ദ മെത്തേഡ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് വേണേ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ പോളിസി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് തീരുമാനിക്കാം, മാർജിനൽ കോസ്റ്റ് തീരുമാനിക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്, ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. Element of cost. The management of an organization needs necessary data to analyze and classify cost for proper control and making decision for future course of action. Hence, the total cost is analyzed by element of cost, that is nature of expense. The element of cost are three, and they are material, labor, and other expense. These can be further analyzed as follows. എലമെന്റ് കോസ്റ്റിന് മൂന്നായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. മെറ്റീരിയലിൽ തന്നെ ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ലേബറിൽ ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. എക്സ്പെൻസിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട്. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ മുഴുവനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഓവർ ഹെഡ് എന്നാണ് പറയുന്നത്. ആ ഓവർ ഹെഡിനെ തന്നെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഓർ വർക്ക്സ് ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് എന്നൊക്കെ പറയും. പിന്നെ വരുന്നു അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇതില് ഡയറക്റ്റ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത്, എലമെന്റ് ഓഫ് കോസ്റ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. വരുന്നത് വർക്ക്സ് ഓർ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി കോസ്റ്റിന്റെ കൂടെ വർക്ക്സ് ഓർ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് വർക്ക്സ് ഓർ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. വർക്ക്സ് കോസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് ലഭിക്കും. ഇതാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. ഫൈൻഡ് ദ പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ്: direct material 20,000, direct labor 10,000, factory expenses 7,000, administration expense 5,000, selling expenses 7,000, sales 60,000.
Prime cost എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആഡ് ചെയ്താൽ കിട്ടുന്നത് 20,000 പ്ലസ് 10,000 30,000. വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്യുക പ്രൈം കോസ്റ്റിന്റെ കൂടെ 7,000 ആഡ് ചെയ്താൽ കിട്ടുന്നത് 37,000 വർക്ക്സ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്താൽ 42,000 കിട്ടും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 49,000. സെല്ലിംഗ് എക്സ്പെൻസുകൾ വന്നു കഴിഞ്ഞാൽ ഉള്ളത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട് 60,000 എന്നുള്ളത്. കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്താൽ 11,000 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അത് തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾ കോഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതേ സെയിം മോഡൽ തന്നെയാണ്. പ്രൈം കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ വരുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഈ രീതിയിലാണ് ചെയ്യുന്നത്. Management accounting. Management accounting is developed mainly to help the management in the discharge of its function and for taking various decisions. Various decisions എടുക്കാനും അതുപോലെ തന്നെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടത്താനും മാനേജ്മെന്റിനെ സഹായിക്കാവുന്ന അതിനു വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. According to the Institute of Chartered Accountants of England advice, any form of accounting which enables a business to be conducted more efficiently can be regarded as management accounting. ഏതൊരു ടൈപ്പ് അക്കൗണ്ടിങ്ങും ആ ഒരു ബിസിനസ്സിലേക്ക് കറക്റ്റ് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാൻ മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. The term management accounting is composed of management accounting. It is the use of accounting information for discharging management functions, especially planning and decision. Objectives of management accounting. The primary objective is to enable the management to maximize profit or minimize loss. ഏതൊരു ഫേമിന്റെയും മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. ദ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് ടു അസിസ്റ്റ് മാനേജ്മെന്റ് ഇൻ ദയർ ഫംഗ്ഷൻസ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻസ് എല്ലാത്തിനെയും. The other main objective are planning and policy formulation. Planning is one of the primary functions of management. It involves forecasting on the basis of variable information, help in the interpretation process. The main objective is to present financial information. The financial information must be presented in easily understandable manner. Helps in decision making. Management accounting makes the decision making process more modern and scientific by providing significant information relating to various alternatives. Controlling. The actual results are compared with the predetermined objectives. The management is able to control performance of each and every individual with the help of management accounting device. Reporting. This facility management to take proper and timely decisions. It presents the different alternative plans before the management in a comparative manner. Motivating. Delegation increases the job satisfaction of employees and encourages them to look forward, and so it serves as a motivational device. Helps in organizing. Return on capital employed is one of the tools of if management accounting. All these aspects are helpful in setting up effective and efficient organization. Coordinating operation. It provides a tool which are helpful in coordinating the activities of different sections. These are the objectives of management accounting. Distinction between financial accounting and management accounting. Financial accounting and management. It gives the periodical reports to owners, creditors, and government. Management accounting, it assists the internal management. Financial accounting, it concerned with the historical record. It concerned with the future plans and policies. It deals the business as a whole. It deals only a limited coverage. Here standards are fixed by external parties. Standards are fixed by management itself. Statutory for every business, adopted on a voluntary basis in case of management accounting. The period is longer. Its period when it is required. The transactions are very accurate in financial accounting. Sometimes approximate figures are used. Recognize the whole business as a unit of account, result of the divisions. Covers entire range of business in monetary terms. Non-monetary items are considered. It is very useful for the public. It is for the management only. It has a principles and conventions. No such principle. ഇതൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ഒരുവിധം കാര്യങ്ങൾ തിയറി ബേസിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഈ പ്രോഫിറ്റ് സെന്ററും കോസ്റ്റ് സെന്ററും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അതെല്ലാം ഒന്ന് വായിച്ചിട്ട് പോവുക. തിയറി ബേസ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിയിട്ട് പോകാം. നെക്സ്റ്റ് we move to module 2, material and labor. Materials.
The materials are a major part of the total cost of producing a product and are one of the most important assets in majority of the business enterprises. Hence, the total cost of a product can be controlled and reduced by efficiently using materials. നമുക്കറിയാം മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു മേജർ പാർട്ടാണ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നതിന്റെ ടോട്ടൽ കോസ്റ്റിന്റെ ഏകദേശം 60% അല്ലെങ്കിൽ 50% മേജർ പാർട്ട് വഹിക്കുന്നത് മെറ്റീരിയൽ തന്നെയാണ്. അത് ഇമ്പോർട്ടന്റ് അസറ്റ് തന്നെയാണ് മെജോറിറ്റി ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസിന്. ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ക്യാൻ ബി അത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും അറിയണം, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും അറിഞ്ഞാൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ആദായം തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ദ മെറ്റീരിയൽസ് ആർ ഓഫ് 2 types, namely direct material and indirect material. The materials which can be easily identified and attributable to the individual unit being manufactured are known as direct material. These materials also form part of a finished product. All costs which are incurred to obtain direct materials are known as direct material cost. Indirect materials, on the other hand, are those materials which are of small value such as nuts, pins, screw, etc. and do not physically form part of finished product. Cost associated with indirect material are known as indirect material cost. രണ്ട് രീതിയിലാണ് മെറ്റീരിയൽസ് വരാറുള്ളത്, ഡയറക്റ്റ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ആട്രിബ്യൂട്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് വേറൊരു പാർട്ടായിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം എല്ലാം ചേർത്തിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയും. ഇൻഡയറക്റ്റ് അതിനോട് അനുബന്ധമായിട്ട് വരുന്ന ചെറിയ സ്മോൾ വാല്യൂസിലുള്ള സാധനങ്ങളിലെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതൊരിക്കലും ഫിനിഷ്ഡ് ഫോമിലേക്ക് മാറാൻ ഫിസിക്കലായിട്ട് ചേഞ്ച് ചെയ്യില്ല. അങ്ങനെ വരുന്ന കോസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നതിന് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് അനുബന്ധം കിടക്കുന്ന ഒരു ടേമാണ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടാനും സാധിച്ചാൽ മാത്രമേ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് വൃത്തിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുടക്കമില്ലാതെ നടന്നു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്റ്റോഴ്സ് മീൻസ് ഫാക്ടറി സപ്ലൈസ് ആകാം, ഓഫീസ് സപ്ലൈസ് ആകാം, ആൻഡ് സെല്ലിംഗ് സപ്ലൈസ് ആർ ജനറലി ടേംഡ് ആസ് സ്റ്റോഴ്സ്. അതിനനുബന്ധമായിട്ട് വരുന്നതാണ് സ്റ്റോർ കീപ്പിംഗ് എന്ന് പറയുന്നത്. സ്റ്റോർ കീപ്പിംഗ് ഈസ് എ സർവീസ് ഫംഗ്ഷൻ. The storekeeper is a custodian of all the items kept in the store. The stores should be maintained properly and cost minimized. The main objective of storekeeping are to protect stores against losses, to keep goods ready for delivery or issue, to provide maximum service at a minimum cost. The duties and function of storekeeper can be summarized as follows. Material should be received, unloaded, inspected, and then moved to stores. The materials have to be stored in appropriate places and records the receipt in proper books. The stores records should be maintained in an efficient and orderly manner so that materials can be easily located and information can be obtained for various departments. The stores should be provided maximum protection and safety and accessibility and utilization minimum space. Suitable storage device should be installed. Storekeeper മറ്റൊരു ഡ്യൂട്ടിയാണ്. The material should be given special covering to prevent damage due to atmosphere conditions. All issues should be properly recorded efficiently, properly and accurately. All issues should be duly authorized and procedures laid down should be duly followed. The storekeeper is responsible for coordination with material control according to types of production, size of the company, the organization structure, etc. Ensure that all transactions are posted in the bin card. See that the bin card is up to date. All items should be in its proper place. Maintenance of stores at required levels. Neatness in stores to facilitate physical verification. Coordination and supervision of staff in the stores department. Periodical review of various scales, measuring instruments, conversion ratios, etc. And last one, protect stores from fires, rust, erosion, dust, dust, weather, heat, cold, moisture and deterioration, etc. ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ പറയുന്നത്. റിക്വസിഷനിങ് ഓഫ് ഫോർ സ്റ്റോർസ്. One of the duties of the storekeeper is to send a requisition for materials for replenishment in time so that the production is held up due to shortage of material. The storekeeper should also see that there is no unnecessary blocking of capital due to overstocking of material. For this, he keeps a check on the reorder level, economic order quantity, and the maximum and minimum quantity which he is authorized to store in respect of each kind of material.
അതായത് ഒരു സ്റ്റോറിന്റെ റിക്വസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള ഷോർട്ടേജോ മെറ്റീരിയൽ അവിടെ ഉണ്ടാകാൻ പാടില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിലുള്ള ബ്ലോക്കേജും, അതായത് മെറ്റീരിയലിന്റെ ഷോർട്ടേജ് കൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബ്ലോക്ക് ഓവർ സ്റ്റോക്കിംഗ് കൊണ്ട്, മെറ്റീരിയലിന്റെ ഓവർ സ്റ്റോക്കിംഗ് കാരണം ഒരു അൺനെസസറി ആയിട്ടുള്ള ബ്ലോക്കിംഗ്, ക്യാപിറ്റലില് ബ്ലോക്ക് വരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം റീ ഓർഡർ ലെവൽ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ എന്താണെന്നുള്ളതും, മാക്സിമം മിനിമം ക്വാണ്ടിറ്റി എത്രയാണ് അവിടെ നോക്കേണ്ടത് എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ഉത്തരവാദിത്തമാണ് സ്റ്റോർ കീപ്പറിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി അതിൽ വരുന്ന നെക്സ്റ്റ് ടേമുകളാണ് റീ ഓർഡറിംഗ് ലെവൽ. Reordering level is that point of level of stock of a material where the storekeeper starts the process of initiating purchase requisition for fresh supplies of that material. This level is fixed somewhere between maximum and the minimum level in such a way that the difference of quantity of the material between the reordering level and the minimum level will be sufficient to meet the requirements of production until the fresh supply of the material is received. Reordering level എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ലെവൽ സ്റ്റോക്ക് എത്തുന്ന സമയത്ത്, ഒരു മെറ്റീരിയലിന്റെ സ്റ്റോക്ക് എത്തുന്ന സമയത്ത് ഉടൻ തന്നെ എന്ത് ചെയ്യണം, സ്റ്റോർ കീപ്പർ അടുത്ത പർച്ചേസ് റിക്വസിഷൻ കൊടുത്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം മെറ്റീരിയലിന്റെ ഫ്രഷ് സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ ആര് പ്രൊവൈഡ് ചെയ്തിരിക്കണം, ഫോർവേഡ് ചെയ്തിരിക്കണം, സ്റ്റോർ കീപ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കണം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. കാരണം ഒരു തരത്തിലുള്ള ബ്ലോക്കേജും അവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ലെവലും മിനിമം ലെവലിന്റെയും സംവേർ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു അടുത്ത് കിടക്കുന്ന ഒരു പോയിന്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യും റീ ഓർഡറിംഗ് ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോ സ്റ്റേജിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് നോക്കണം. അതുപോലെ തന്നെ ഡിഫറെന്റ് ക്വാണ്ടിറ്റി ബിറ്റ്വീൻ റീ ഓർഡറിംഗ് ലെവൽ ആൻഡ് മിനിമം ലെവലും വിൽ ബി സഫിഷ്യന്റ് ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ്, അതായത് ആ ഫ്രഷ് സപ്ലൈ ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നത് വരെയുള്ള മെറ്റീരിയൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അതുവരെയുള്ള മെറ്റീരിയൽ ഒരു തരത്തിലുള്ള തടസ്സം കൂടാതെ പ്രൊഡക്ഷനിലേക്ക് പോവുകയും വേണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു പോയിന്റ് ഓഫ് സ്റ്റോക്ക് ലെവൽ എപ്പോഴും ഓർത്ത് വെക്കണം. ആ സ്റ്റോക്ക് ലെവൽ എത്തുന്ന ആ പോയിന്റ് എത്തുന്നതിനുള്ളിൽ പർച്ചേസ് റിക്വസിഷൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ മിനിമം ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ മാക്സിമം ക്വാണ്ടിറ്റിയെ കൊണ്ട് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നത് വരെ ഒരു തരത്തിലുള്ള ഷോർട്ടേജും മെറ്റീരിയലിന്റെ ഷോർട്ടേജും പ്രൊഡക്ഷനിലേക്ക് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതാണ് റീഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത്. റീഓർഡറിംഗ് ലെവൽ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, റീഓർഡറിംഗ് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിംഗ് ദ ടൈം റിക്വയർഡ് ടു ഗെറ്റ് ദ ഫ്രഷ് ഡെലിവറി. ഇതാണ് റീഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത്. മിനിമം ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിംഗ് ദ ടൈം റിക്വയർഡ് ടു ഗെറ്റ് ദ ഫ്രഷ് ഡെലിവറി. അക്കോർഡിംഗ് ടു വെൽഡൺ, റീഓർഡറിംഗ് ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം ലെവൽ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അതായത് വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വെൽഡൺ എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയിരിക്കുന്ന റീഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത് മാക്സിമം ലെവൽ ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ മിനിമം റീഓർഡർ പീരിയഡ്. Here maximum reorder period means maximum period taken to get the material once the order for new material is prepared. Weldon has taken the maximum period and maximum consumption during that period so that the factory may not stop production due to shortage of material. ഒരു ഇല്ലസ്ട്രേഷൻ നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇല്ലസ്ട്രേഷൻ മുഴുവൻ നിങ്ങളുടെ മെറ്റീരിയലിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പ്രോബ്ലവും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മൊബൈലിൽ നോക്കുന്ന സമയത്ത് ക്ലിയർ ആയില്ലെങ്കിലും കൂടി മെറ്റീരിയൽ എപ്പോഴും കൈവശം വെക്കുക. എന്നിട്ട് ഈ ഓഡിയോ കേട്ട് നോക്കുക. കാൽക്കുലേറ്റ് ദ ഓർഡറിംഗ് ലെവൽ ഓഫ് മെറ്റീരിയൽ എ ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. മിനിമം ലിമിറ്റ് 1000 യൂണിറ്റ്, maximum 5000 unit, daily requirement of material 200 unit, time required for fresh delivery 10 days. Ordering level is equal to minimum limit plus consumption during the time required for fresh delivery. 1000 units plus 200 unit on daily requirement into 10 days. 3000 unit on ordering level. Order for the purchase of material should be placed when the material in stock reaches 3000 unit. അതായത് ഓർഡർ ഫോർ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി പ്ലേസ്ഡ് വെൻ ദ മെറ്റീരിയലിന്റെ സ്റ്റോക്ക് 3000 യൂണിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യുക, പുതിയ റിക്വസിഷൻ കൊടുത്തിരിക്കണം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ നോക്കുക. കാൽക്കുലേറ്റ് ദ റീഓർഡറിംഗ് ലെവൽ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. മാക്സിമം കൺസംഷൻ 500 unit per day, minimum consumption 400 unit per day, reorder period 10 to 12 days. Reorder level is equal to, നമ്മൾ ഓർഡറിംഗ് ലെവൽ ആണെങ്കിൽ മിനിമം ലിമിറ്റ് പ്ലസ് കൺസംഷൻ ഡ്യൂറിംഗ് ദ
ടൈം റിക്വയർഡ് ടു ഫ്രഷ് ഡെലിവറി ആണ് ചെയ്യേണ്ടത്. റീഓർഡറിംഗ് ലെവൽ വരുന്ന സമയത്ത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അതിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽ മാക്സിമം കൺസംഷൻ തന്നിട്ടുണ്ട്. അതുപോലെ മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 12 days ആണ്. അതായത് 500 units into 12 days is equal to 6000 units ആണ് റീഓർഡർ ലെവൽ വരുന്നത്. ആ റീഓർഡർ ലെവൽ പോലെ തന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് EOQ. The quantity of material to be ordered at one time is known as economic order quantity. അതായത് ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുന്നത് ഒറ്റ തവണയായിട്ട് പർച്ചേസ് ചെയ്യുക, അതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദിസ് ക്വാണ്ടിറ്റി ഈസ് ഫിക്സഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ആസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ്. കാരണം ഇയർലി ഒരു 10 തവണ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ബൾക്കായിട്ട് ഒരു എമൗണ്ട് ആയിട്ട്, അതായത് ഓർഡറിംഗ് കോസ്റ്റും അതുപോലെ ലാഭിക്കണം, അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും ഈ ഒരു മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒറ്റ ഓർഡർ ആയിട്ട് മാക്സിമം ഓർഡർ കുറച്ച് കൊണ്ടുവരാനാണ് EOQല് നമ്മൾ ചെയ്യുന്നത്. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ മെറ്റീരിയൽ യൂഷ്വലി കൺസിസ്റ്റ്, സാധാരണ ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അക്വിസിഷൻ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. Since the acquisition cost per unit of material is same, whatever is the quantity purchased, it is usually excluded when deciding the quantity of material to be ordered at one time. The only cost to be taken care of are the ordering cost and carrying cost, which vary with the quantity ordered. സാധാരണ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല, സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഒരു തവണ ചെയ്താലോ ഒന്നിൽ കൂടുതൽ തവണ ചെയ്താലോ അക്വിസിഷൻ കോസ്റ്റിൽ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടേക്കൺ കെയർ കൊടുക്കേണ്ടത് ഓർഡറിംഗ് കോസ്റ്റിനും അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റിനാണ്. അത് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുക വരാൻ കോസ്റ്റ് വേരി ആകും, ഡിഫറെന്റ് ആകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് EOQ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്യാരിയിങ് കോസ്റ്റും കുറയണം, അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റും കുറയണം. ഇനി ക്യാരിയിങ് കോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ദ മെറ്റീരിയൽ ഇൻ ദ സ്റ്റോർസ് ആൻഡ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് സ്പേസ് വിച്ച് കുഡ് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഫോർ സം അതർ പർപ്പസ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ബിൻസ് ആൻഡ് റാക്സ്, കോസ്റ്റ് ഓഫ് മെയിൻറ്റൈനിങ് ദ മെറ്റീരിയൽസ് ടു അവോയ്ഡ് ഡിറ്റീരിയറേഷൻ, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ദ മണി ലോക്ക്ഡ് അപ്പ് ഇൻ ദ മെറ്റീരിയൽ. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറേജ് സ്പേസ് എത്ര യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്ത പ്ലേസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് നോക്കണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ബിന്ന്, റാക്ക്, ഇതെല്ലാം സൂക്ഷിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിൽ എത്ര കോസ്റ്റ് വന്നു നോക്കണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് മെയിൻറ്റൈനിങ് ദ മെറ്റീരിയൽ, ഡിറ്റീരിയേഷൻ ഇല്ലാതെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ ലോസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരുന്നുള്ളത്. അതുപോലെ തന്നെ എമൗണ്ട് ഇൻട്രസ്റ്റ് പേ മണി ലോക്ക് ഇൻ ദ മെറ്റീരിയൽ, ആ മെറ്റീരിയലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് അത് അവിടെ കിടക്കുക തന്നെയാണ്. അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇയർലി പേ ചെയ്യേണ്ടതായിട്ടും. നെക്സ്റ്റ് അതുപോലെ കോസ്റ്റ് ഓഫ് സ്പോയിലേജ് ഇൻ സ്റ്റോർസ് ആൻഡ് ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻ റിലേഷൻ ടു സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് ഒബ്സോളസൻസ് ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ പ്രോഡക്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, ക്ലറിക്കൽ കോസ്റ്റ് എക്സെട്ര. In India, all these costs amounted to 20 to 25% of the cost of material per year. Hence, it becomes necessary to reduce such carrying cost for efficient operations. ഇത്രയും കാര്യങ്ങളാണ് ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നത്. ഇനി അതുപോലെ ഓർഡറിംഗ് കോസ്റ്റ് നോക്കുക. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡർ ഫോർ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻക്ലൂഡ്സ്. അതായത് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ഒരു ഐറ്റം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ കോസ്റ്റ് വരാന്നുള്ളതാണ്. അതിൽ കോസ്റ്റ് ഓഫ് സ്റ്റാഫ് പോസ്റ്റഡ് ഇൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇൻസ്പെക്ഷൻ സെക്ഷൻ, അതുപോലെ സ്റ്റോഴ്സ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വരുന്ന കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി പോസ്റ്റേജ് ആൻഡ് ടെലിഫോൺ ചാർജസ്. This type of cost include cost of floating tenders, cost of comparative evaluation of quotations, cost of paperwork and postage involved in placing the order, cost of inspection, and cost of accounting and making payment. In other words, the cost varies with the number of orders. When the quantity of materials ordered is less, the cost of carrying will decrease, but ordering cost will increase and vice versa. അതായത് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ലെസ് ഓർഡർ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ കോസ്റ്റ് ഓഫ് ക്യാരിങ് കോസ്റ്റും ഡിക്രീസ് ആകും, അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റും ഇൻക്രീസ് ആകും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കോട്ടാണ്. കാരണം നമുക്ക് വാങ്ങേണ്ട ഒരു ഐറ്റം മെറ്റീരിയൽ, ക്വാണ്ടിറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുന്നത് കുറച്ചായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ക്യാരിയിങ് കോസ്റ്റ് കുറവാണ്, നമ്മൾ എവിടെയും ക്യാരി ചെയ്യേണ്ട കാര്യമില്ല, എവിടെയും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോഴേക്കും ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്
കൂടിക്കൊണ്ടിരിക്കും. അത് നേരെ തിരിച്ചാകണമെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് പ്ലേസ് ചെയ്യുന്ന ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറയും, പക്ഷെ ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുകയും ചെയ്യും. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. EOQ is equal to root of 2CO divided by I. Q means quantity to be ordered. C means consumption of the material concerned in units during the year. ഒരു വർഷം എത്ര മെറ്റീരിയൽ ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതാണ് കൺസംഷൻ ഓഫ് ദ മെറ്റീരിയൽ കൺസേൺഡ് ഇൻ യൂണിറ്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത് C. O means cost of placing one order including the cost of receiving the goods, the cost of getting an item into the firm inventory. അതായത് O എന്ന് പറയുന്നത് എന്താണ്, ഓർഡറിംഗ് കോസ്റ്റ് ആണ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇൻക്ലൂഡിംഗ് വേരിയബിൾ കോസ്റ്റ് ഓഫ് സ്റ്റോറിംഗ് പെർ യൂണിറ്റ് പെർ ഇയർ, അതായത് ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. അതായത് ക്യാരിങ് കോസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത്, അതാണ് I എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഷോർട്ട് ആൻസർ ടൈപ്പ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ EOQ റീഓർഡർ ലെവൽ എന്താണെന്നുള്ളത്, മാക്സിമം ക്വാണ്ടിറ്റി എന്താണ്, മിനിമം ക്വാണ്ടിറ്റി എന്താണ്, സേഫ്റ്റി സ്റ്റോക്ക് ലെവല്, ഡേഞ്ചറസ് സ്റ്റോക്ക് ലെവല്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഈ EOQയുടെ പ്രോബ്ലം ഷോർട്ട് ആൻസർ ടൈപ്പ് എന്തായാലും പ്രതീക്ഷിക്കാം. EOQ is equal to root of 2CO divided by I. ഇതോർത്ത് വെക്കുക. Find out the economic order quantity EOQ from the following particulars. Annual usage 6,000 unit, cost of material per unit 20, cost of placing and receiving one order ₹60, annual carrying cost of one unit 10% of inventory value. പ്രോബ്ലത്തിൽ ഇതെല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് EOQ കണ്ടുപിടിക്കുമ്പോൾ ആനുവൽ കൺസംഷൻ ആണ് എടുക്കേണ്ടത്. ചില പ്രോബ്ലത്തിൽ എന്ത് കണ്ടില്ല, മന്ത്ലി യൂസേജ് ആയിരിക്കും തന്നിട്ടുണ്ടാകുക. അപ്പൊ അങ്ങനെ മന്ത്ലി യൂസേജ് ആണെങ്കിൽ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇയർലിക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ 200 യൂണിറ്റ്സ് ആണ് മന്ത്ലി യൂസേജ് തന്നിട്ടുണ്ടെങ്കിൽ 200 into 12 ചെയ്തിട്ട് 2400 യൂണിറ്റ് ആണ് ആനുവൽ യൂസേജ് വന്നിട്ട്, അങ്ങനെ വേണം ചെയ്യണമെങ്കിൽ. ഈ പ്രോബ്ലത്തിൽ എന്ത് വന്നിട്ടില്ല, ആനുവൽ യൂസേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫോർമുല എടുത്ത് എഴുതുക. EOQ is equal to root of 2CO divided by I, where C is equal to annual usage of material, that is 6,000 unit. O is equal to cost of placing one order, that is ₹60. Annual carrying cost of ₹1 unit, material cost of material per unit 20 into 10%, ₹2 ആണ് അതിൽ വരുന്നത്. അപ്പൊ EOQ is equal to root of 2 into 6,000 units into ordering cost 60 ആണ് into 60 divided by 2 carrying cost. അപ്പൊ root of 3,600 കിട്ടി, that is equal to 600 unit. ഇതാണ് EOQ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. EOQ എന്ന് പറഞ്ഞ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഈ EOQ വെച്ചിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്, റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യുന്നത്. കാരണം 600 യൂണിറ്റ് ആണ്. 600 യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക 6000 യൂണിറ്റ് ആണ്. ഇവിടെ ചെയ്യേണ്ടത് 600 യൂണിറ്റ് ആയിട്ട് വാങ്ങണം എന്നാണ് പറയുന്നത്. 600 യൂണിറ്റ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ലാഭം എന്ന് പറഞ്ഞാൽ 10 ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ EOQ ലെവലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാരിയിങ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റും അതായത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് സാധ്യമാക്കി എടുക്കാൻ സാധിക്കും. കാരണം ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് അതിന്റെ അക്വിസിഷൻ കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റ്, ഇത് മൂന്നും കൂടി ചേർന്നാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതില് അക്വിസിഷൻ കോസ്റ്റിൽ നമുക്ക് വലിയ റോളുകളില്ല, ഒരു തരത്തിലും നമുക്ക് അതിലൊരു ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും നമുക്ക് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ത്രൂ EOQ. അത് ഓർത്ത് വെക്കുക. Minimum stock level or safety stock level. The minimum level is the minimum quantity of the material which must be maintained in hand at all time. The quantity is fixed so that the production is not held up due to shortage of the material. In fixing this level, the following factors should be considered. Lead time, the time lag between intending and receiving of the material. It is the time required to replenish the supply. The rate of consumption of the material during the lead time. Nature of the material, minimum level is not required in case of a special material which is required against the customer's specific order. സാധാരണ എല്ലാ ഫേമിലും മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, സ്റ്റോഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ മാത്രമേ ഒരു തരത്തിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഒരു തരത്തിലുള്ള ഷോർട്ടേജ്, മെറ്റീരിയലിന്റെ ഷോർട്ടേജ് ഇല്ലാതിരിക്കുള്ളൂ.
അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മിനിമം ലെവൽ ഫിക്സ് ചെയ്യുന്ന മിനിമം ലെവൽ അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഒന്ന് ലീഡ് ടൈം. ലീഡ് ടൈം മീൻസ് ടൈം ലാഗ് ബിറ്റ്വീൻ ഇന്റൻഡിങ് ആൻഡ് റിസീവിങ് ഓഫ് ദ മെറ്റീരിയൽ. അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ റിക്വസിഷൻ കൊടുത്ത് പർച്ചേസ് ഓർഡർ ആക്കി തിരിച്ച് മെറ്റീരിയൽ സ്റ്റോഴ്സിലേക്ക് തിരിച്ചെത്തുന്ന ടൈം ലാഗിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അത് എത്ര രീതിയിൽ എത്ര പെട്ടെന്ന് റീപ്ലേനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ആ ടൈം ലാഗിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് വേണം നമ്മൾ മിനിമം ലെവൽ ഫിക്സ് ചെയ്യാൻ. അതുപോലെ തന്നെ കൺസംഷൻ, ലീഡ് ടൈമിൽ റേറ്റ് ഓഫ് കൺസംഷൻ, മെറ്റീരിയലിന്റെ കൺസംഷൻ ഏത് രീതിയിലാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കണം. ചിലപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് മെറ്റീരിയൽ ആണ് ആവശ്യമെങ്കിൽ ആ കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക് ഓർഡറിന് മാത്രമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അല്ലാതെ ഓവർ സ്റ്റോക്കിംഗ് ആവശ്യമില്ല. ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് മിനിമം ലെവൽ or safety stock level given by Belton is as follows. Minimum stock level is equal to reordering level minus normal consumption into normal reorder period. നമ്മൾ റീഓർഡറിംഗ് ലെവൽ എന്താണെന്നുള്ളത് പഠിച്ചു. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ് റീഓർഡറിംഗ് ലെവൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അത് മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡറിംഗ് ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാകും നോർമൽ കൺസംഷൻ അല്ലെങ്കിൽ നോർമൽ റീഓർഡർ പീരീഡ് എന്നുള്ളത്. അതായത് ആവറേജ് തന്നിട്ടില്ലെങ്കിലും കൂടി ആ ഒരു പീരീഡിൽ മിനിമം മാക്സിമം തന്നിട്ടുണ്ടാകും. മിനിമം കൺസംഷൻ തന്നിട്ടുണ്ടാവും, മാക്സിമം കൺസംഷൻ ഉണ്ടാവും. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കൺസംഷൻ അല്ലെങ്കിൽ നോർമൽ കൺസംഷൻ കിട്ടും. അതുപോലെ തന്നെ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടൈം ഒരു പീരീഡ് ആയിരിക്കും തരുന്നത്. അതായത് 5 to 12 ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിന് ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അതാണ് നോർമൽ റീഓർഡർ പീരീഡ്. അധികം പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് മാക്സിമം ലെവൽ. ഇറ്റ് ഈസ് ദ മാക്സിമം ഓഫ് സ്റ്റോക്ക് വിച്ച് ഷുഡ് ബി ഹെൽഡ് സ്റ്റോക്ക് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ഇയർ. The quantity is fixed so as to avoid overstocking as to leads to the following disadvantage. Overstocking leads to increase in working capital requirement which could be profitable used somewhere else. സാധാരണ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഏതൊരു പർട്ടിക്കുലർ സ്റ്റോക്ക് ആണെങ്കിലും അതിന് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോഴ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലെവലിനെയാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ഒരിക്കലും ആ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്നത് എപ്പോഴെന്താണ് ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സപ്പോസ് ഓവർ സ്റ്റോക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസ് മെയിൻറ്റ് ചെയ്യാനും മറ്റു വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതെങ്കിൽ ആ ഓവർ സ്റ്റോക്കിംഗ് കാരണം കൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അത്യാവശ്യമാണ്. അതിന്റെ റിക്വയർമെന്റ്സ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് അതിനെ യൂസ് ചെയ്യാനും പറ്റില്ല. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഓവർ സ്റ്റോക്കിംഗ് കാരണമുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ, ഓവർ സ്റ്റോക്കിംഗ് വിൽ നീഡ് മോർ ഗോഡൌൺ സ്പേസ് സോ മോർ റെന്റ് വിൽ ഹാവ് ടു ബി പെയ്ഡ്. ഓവർ സ്റ്റോക്കിംഗ് വന്നു കഴിഞ്ഞാൽ നോർമലി എന്താണ് ഗോഡൌൺ സ്പേസ് കൂടുതൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ അതിനനുസരിച്ച് അതിന് റെന്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് മേ ആൾസോ ലീഡ് ടു ഒബ്സോളസൻസ് ഓൺ അക്കൗണ്ട് ഓഫ് ഓവർ സ്റ്റോക്കിംഗ്. ഓവർ സ്റ്റോക്കിംഗ് കാരണം സ്റ്റോക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കാം, ഡിറ്റീരിയേഷൻ അങ്ങനെയുള്ള മറ്റ് നഷ്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാം. ദർ ആർ ചാൻസ് ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ വിൽ ഡിറ്റീരിയേറ്റ് ബിക്കോസ് ലാർജ് സ്റ്റോക്ക് വിൽ റിക്വയർ മോർ ടൈം ബിഫോർ ദേ ആർ കൺസ്യൂംഡ്. സാധാരണ ലാർജ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് കൺസ്യൂം ചെയ്യാൻ ധാരാളം സമയം അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ദർ മേ ബി എ ഫിയർ ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ മാർക്കറ്റ് വാല്യൂസ് ഓഫ് ദ ഓവർ സ്റ്റോക്ക്ഡ് മെറ്റീരിയൽ. സപ്പോസ് മെറ്റീരിയലിന്റെ വാല്യൂ ഡിപ്രീസിയേഷൻ, മാർക്കറ്റ് വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് മീറ്റ് ചെയ്യാനായിട്ട് വരും. According to Belton, maximum stock level is equal to reorder level plus reorder quantity minus minimum consumption into minimum reorder period. ഇവിടെ നോക്കാം, മാക്സിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാം. റീഓർഡറിംഗ് ലെവൽ പ്ലസ് റീഓർഡറിംഗ് ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ആ ഫോർമുല എപ്പോഴും ഓർത്ത് വെക്കുക. ഓർഡറിംഗ് ലെവൽ എന്താണ്, റീഓർഡറിംഗ് ലെവൽ എന്താണ്, EOQ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മിനിമം കൺസംഷൻ maximum consumption, maximum level, minimum level, maximum level. Next one, danger level. This level means that a level of stock at which normal issues of the material are stopped and issues are made only under specific instructions. The purchase officer will make a special arrangement to get the material which reach at their danger level so that the production may not stop due to shortage of material.
ഡേഞ്ചർ ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസസ്. അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ നോർമൽ ഇഷ്യൂ കാരണം മെറ്റീരിയൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ പ്രകാരം പർച്ചേസ് ഓഫീസർ എന്ത് ചെയ്യും, സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഡേഞ്ചർ ലെവൽ ആകുന്നതിന് മുന്നേ തന്നെ പ്രൊഡക്ഷൻ ഒരു രീതി സ്റ്റോപ്പ് ആകാത്ത രീതിയിൽ ആ മെറ്റീരിയൽ എത്തിക്കാനുള്ള ശ്രമം നോക്കും. ആ ഡേഞ്ചർ ലെവൽ എങ്ങനെ ഫിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസസ്. ഇത് വെച്ചിട്ടാണ് ഡേഞ്ചർ ലെവൽ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. നേരത്തെ പറഞ്ഞു ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി, അതല്ലെങ്കിൽ ഹാഫ് ഓഫ് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. ഈ രീതിയിൽ ചെയ്താലും ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. നേരത്തെ പറഞ്ഞ ഫോർമുല മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് മിനിമം സ്റ്റോക്ക് ലെവലിന്റെ കൂടെ ആഡ് ചെയ്യുക. പ്രോബ്ലത്തിൽ ആ രീതിയിലാണ് തന്നതെങ്കിൽ ആവറേജ് സ്റ്റോക്ക് ലെവൽ ആ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുക. വേറെ ഇൻഫർമേഷൻ റീഓർഡർ ക്വാണ്ടിറ്റിന്റെ ഇൻഫർമേഷൻ ഒന്നും തന്നില്ലെങ്കിൽ ഹാഫ് ഓഫ് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇല്ലസ്ട്രേഷൻ നോക്കുക. കാൽക്കുലേറ്റ് ദ മിനിമം സ്റ്റോക്ക് ലെവൽ, maximum stock level, reordering level and average stock level from the following information. Minimum consumption 100 unit per day, maximum consumption 150 per day, normal consumption 120 units per day, reorder period 10 to 15 days, reorder quantity 1500 unit, normal reorder period is equal to 12 days. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നിരിക്കുന്ന ആ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്താൽ മാത്രം മതി. റീഓർഡർ ലെവൽ is equal to maximum consumption into maximum reorder period. But maximum consumption 150 ആണ്, maximum reorder period is equal to 15 days. 2250 units ആണ് reordering level. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മിനിമം സ്റ്റോക്ക് ലെവൽ ആണ്. reordering level മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ reorder period. ഇവിടെ നോക്കുക, reordering level എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചു 2250 മൈനസ് നോർമൽ കൺസംഷൻ 120 ആണ്. 120 ഇൻറ്റു നോർമൽ reorder period 2 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് 810 യൂണിറ്റ്സ്, 810 യൂണിറ്റ്. ഇനി കണ്ടുപിടിക്കാൻ ഉള്ളത് റീഓർഡർ ലെവൽ എന്ന ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്താണെന്നുള്ളതാണ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡറിംഗ് ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. റീഓർഡറിംഗ് ലെവൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 2250 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി 1500 പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് മൈനസ് മിനിമം കൺസംഷൻ 100 യൂണിറ്റ്, മിനിമം റീഓർഡർ പീരീഡ് 10 കിട്ടുന്നത് 2750 യൂണിറ്റ്സ് ആണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. ഇനി കണ്ടുപിടിക്കാനുള്ള ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. 810 യൂണിറ്റ് പ്ലസ് ഹാഫ് ഓഫ് 1500 യൂണിറ്റ്സ്. പ്രോബ്ലത്തിന് 1560 യൂണിറ്റ്. സാധാരണ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ രീതിയിലാണ് ചോദിക്കുക. അതിന്റെ ഫോർമുല മാത്രം കാണാതെ ഓർത്ത് വെക്കുക. കാരണം റീഓർഡർ ലെവൽ എന്താണ്, ഓർഡറിംഗ് ലെവൽ എന്താണ്, അതുപോലെ തന്നെ മിനിമം സ്റ്റോക്ക് ലെവൽ എന്താണ്, മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്താണ്, ആവറേജ് സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണെന്നുള്ളത്, ഡേഞ്ചറസ് സ്റ്റോക്ക് ലെവൽ, ഇത്രയും കാര്യങ്ങളുടെ ഫോർമുല മാത്രം ചോദിക്കുക. സാധാരണ ഷോർട്ട് ആൻസർ ടൈപ്പ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് എപ്പോഴും മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സോഴ്സ് റെക്കോർഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ റെക്കോർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. രണ്ട് രീതിയിലുള്ള റെക്കോർഡ്സ് ആണുള്ളത്, ബിൻ കാർഡും അതുപോലെ തന്നെ സ്റ്റോഴ്സ് ലെഡ്ജറും. Bin card is a record of the receipt and issue of material and is prepared by the storekeeper for each item of stores. A bin card is also known as bin tag or stock card and is usually kept in the rack where the material is kept. In a bin card, not only the receipt and issue of the material is recorded, minimum quantity, maximum quantity, ordering quantity are stated on the card. This helps the storekeeper to send the material requisition for the purchase of material in time. ബിൻ കാർഡിലെ കാര്യങ്ങളാണ് കെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മിനിമം ക്വാണ്ടിറ്റി എത്രയാണ്, മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണ്, ഓർഡറിംഗ് ക്വാണ്ടിറ്റി എത്രയാണ്, ഇതെല്ലാം ഒരു സെപ്പറേറ്റ് കാർഡിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. അതിനനുസരിച്ചാണ് സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ റിക്വസിഷൻ കൊടുത്ത് മെറ്റീരിയൽ സമയത്ത് പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റോഴ്സ് ലെഡ്ജർ. ദിസ് ലെഡ്ജർ ഈസ് കെപ്റ്റ് ഇൻ ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് and is identical with the bin card except that the receipt issues and balance are shown along with their money values. This provides the information for the pricing, materials issued and the money value at the time of each item of stores. അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസിന്റെ പ്രൈസിങ് ഏത് രീതിയിലാണ്, ഇഷ്യൂ ചെയ്ത പ്രൈസ്, മെറ്റീരിയൽസിന്റെ പ്രൈസ് എത്രയാണ്, മണി വാല്യൂ എത്രയാണ്, ആ ടൈമിൽ സ്റ്റോഴ്സിൽ നിന്ന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് സ്റ്റോഴ്സ് ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
Next topic, issue of materials. Materials issued from stores are debited to the jobs or works orders which received them and credited to the materials account. These jobs are debited with the value of material issued to them. Theoretically, the value includes the invoice price less trade discount, the freight, cartage, octroi, and insurance on account on incoming materials, expense of purchase, receiving store, and record keeping and carriage from the stores up to the process plant. However, in practice, it involves a minute calculation for including all these expenses and is a big task to the compared to the benefit derived from it. Moreover, the price changes according to the market condition at any given time. There will be a stock of material purchased at different times at different prices. Hence, the problem as to what price the material should be issued. There are many methods of pricing material issues. The most important being are FIFO, LIFO, simple and weighted average method. സാധാരണ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് സ്റ്റോഴ്സ് നിന്ന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെന്ത് ചെയ്യണം, മെറ്റീരിയൽസ് അക്കൗണ്ടിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസീവ് ചെയ്ത് കാണിക്കുക, ക്രെഡിറ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് കാണിക്കുക, അതിന്റെ വാല്യൂ കൂടി കാണിച്ചിരിക്കണം. അതിൽ ഏറ്റവും വലിയ ബിഗ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അതിന്റെ പ്രൈസ് ചേഞ്ചസ് ഏത് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൽ കാണിക്കേണ്ടത്, ഇഷ്യൂ പ്രൈസ് ഏത് രീതിയിലാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അതിൽ കുറെ മെത്തേഡുകളുണ്ട്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ് ആൻഡ് സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഈ 4 മെത്തേഡാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. First one, first in first out, FIFO method. Under this method, material is first issued from the earliest consignment on hand and priced at the cost at which that consignment was placed in the store. In other words, materials received first are issued first. The units in the opening stock of material are treated as if they are issued first. The units from the first purchase issued next, and so until the units left in closing stock of material are valued at the latest cost of purchase. This method is most suitable in terms of falling prices because the issue price of the 2 jobs or work order will be high while the cost of replacement of material will be low. But in case of rising prices, this method is not suitable because the issue price of material to production will be low while the cost of replacement of material will be high. The following example will illustrate how issues of material are valued under this method. സാധാരണ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്ന മെറ്റീരിയൽ ആദ്യം തന്നെ ഇഷ്യൂ ചെയ്യാം. അതാണ് ഇതിൽ നടക്കുന്നത്. സാധാരണ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോയിങ് പ്രൈസസ്, മാർക്കറ്റിൽ പ്രൈസ് ഫോളോ വരുന്ന സമയത്താണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഓർഡർ അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതേസമയം റൈസിംഗ് പ്രൈസസ് ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആകില്ല. ഇഷ്യൂ പ്രൈസിങ് മെറ്റീരിയൽ പ്രൈസിന്റെ ഫിക്സേഷന്. അതിൽ നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇലസ്ട്രേഷൻ 6. The received side of the store's ledger account shows the following particulars. January 1, opening balance 500 units at the rate of ₹4. January 5, receiving from vendor 200 units at ₹4.25. January 12, received from vendor 150 units at ₹4.10. January 20, received from vendor 300 units at ₹4.50. January 25, received from vendor 400 units at ₹4. Issue of material were as follows. January 4, 200 unit, January 10, 400 unit, January 15, 200 unit, January 19, 100 unit, January 26, 200 unit, January 30, 250 unit. Issued are to be priced on the principle of first in first out. Write the store's ledger account in respect of the materials for the month January. ഇവിടെ നോക്കുക, ഓരോ ഡേറ്റ് വെച്ചിട്ട് തന്നെ കാണിക്കുക. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, പിന്നെ റിസീപ്റ്റ് കോളം വേണം, ഇഷ്യൂസ് കോളം വേണം, ബാലൻസ് കോളം വേണം. ഓരോ കോളത്തിനും 3 സബ് കോളംസ് വേണം. റിസീപ്റ്റിൽ ക്വാണ്ടിറ്റി, യൂണിറ്റ്സ്, ടോട്ടൽ കോസ്റ്റ്, അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റ്. ഇഷ്യൂസിലും ക്വാണ്ടിറ്റി, യൂണിറ്റ്സ്, ടോട്ടൽ കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ്. ബാലൻസിൽ ക്വാണ്ടിറ്റി, എമൗണ്ട് പെർ യൂണിറ്റ്. ഇവിടെ നോക്കുക, ജനുവരി 1 ബാലൻസ് ബ്രോഡ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 500 ക്വാണ്ടിറ്റി ആണ്, ബാലൻസ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് 500. എമൗണ്ട് എന്ന് പറയുന്നത്, റേറ്റ് എന്ന് പറയുന്നത് 4 ആണ്, എമൗണ്ട് 2000. ഇനി ജനുവരി 4 ഒരു റിക്വസിഷൻ പർച്ചേസ് വന്നിട്ടുണ്ട്, ഇഷ്യൂ വന്നിട്ടുണ്ട്. ജനുവരി 4 ഇഷ്യൂ വന്നിട്ടുണ്ട്. ആ ഡേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 500 ആണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇഷ്യൂ വന്നിരിക്കുന്നത് 200 യൂണിറ്റ് ആണ് ഫസ്റ്റ് കേസ്. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 4 ആണ്. കാരണം നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് 4 രൂപന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ഉള്ള 500 യൂണിറ്റ് ആണ് അവിടെ ഉള്ളത്. ആ 500 യൂണിറ്റ് എന്ന് 200 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു,
പ്രൊവൈഡ് ചെയ്തു. എമൗണ്ട് എന്ന് പറയുന്നത് 800. അപ്പൊ ഇനി എന്താണ്, 500 200 ആണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ ബാലൻസ് കോളത്തിൽ ബാലൻസ് 300 കാണിക്കാം. റേറ്റ് അവിടെ 4 തന്നെയാണ്, 1200. ഇനി സെക്കൻഡ് കേസ് വരുന്നത് ജാനുവരി 5 ഗുഡ്സ് റിസീവ്ഡ് ആണ്, അതായത് റിസീപ്റ്റ് ആണ്, പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 200 യൂണിറ്റ് ആണ് അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. റേറ്റ് എന്ന് പറയുന്നത് 4.25, 850 രൂപ. ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബാലൻസ് എത്രയുണ്ട് നോക്കാം. 4 രൂപ പ്രൈസിലുള്ളത് 300 യൂണിറ്റും അതുപോലെ തന്നെ 4.25 ഇപ്പൊ വാങ്ങിച്ച 200 യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. എമൗണ്ട് 1200, 850. ഇനി വരുന്നത് ജാനുവരി 10 ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. റിക്വസിഷൻ സ്ലിപ്പ് തന്നെ കാണിക്കുക. റിക്വസിഷൻ സ്ലിപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അതിൽ ഇഷ്യൂ ഒരു 300 കാണിക്കുക. ഇവിടെ എടുക്കേണ്ടത്, കാരണം 400 യൂണിറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് 4 രൂപയുടെ മെറ്റീരിയൽ 300 യൂണിറ്റ് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിന് മുഴുവനായിട്ട് എടുക്കുക. അപ്പൊ 300 കോളത്തിൽ 4, ടോട്ടൽ കോസ്റ്റ് 1200. ഇനി ബാലൻസ് 100 എന്നുള്ളത് ഈ 4.25 എടുക്കുക. അപ്പൊ 100 യൂണിറ്റ് കാണിക്കുക. 4.25, 425 രൂപ. ഇനി എത്രയാണ് ബാലൻസ്? ആ ബാലൻസ് 200 യൂണിറ്റില് 4.25 200 യൂണിറ്റില് 100 യൂണിറ്റ് ആണ് ഇനി ബാലൻസ് ഉള്ളത്. അതിൽ 100, 4.5, 425 രൂപ. ഇവിടെ ഒരു പർച്ചേസ് ആണ് വന്നത് ജനുവരി 12. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 150 യൂണിറ്റ്, 4.10, അതിന്റെ റേറ്റ് 615 രൂപ വാല്യൂ. അപ്പൊ ബാലൻസ് കോളത്തില് പ്രീവിയസിലെ 100 യൂണിറ്റ് ഉണ്ട്, 4.25. ഇപ്പോൾ ഉള്ള റെസിപ്റ്റും ചേർത്തിട്ട് 150, 4.10, 615 വാല്യൂ. ഇനി വരുന്നത് ഒരു ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. അവിടെ 100 യൂണിറ്റ് ആണ്. അപ്പൊ 100 യൂണിറ്റ് 4.25 100 യൂണിറ്റ് കൊടുത്തു. ബാലൻസ് 150 യൂണിറ്റ്, 4.10 150 യൂണിറ്റ് ബാലൻസ്. ഇനി വരുന്നത് ഒരു ഇഷ്യൂ ആണ്. ജനുവരി 19 ഒരു 100 യൂണിറ്റ് കൂടി 4.10 ബാലൻസ് 4.10 50 യൂണിറ്റ് ഇനി ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു റിസീപ്റ്റ് ആണ് വരുന്നത്. ജനുവരി 20 ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ 300 യൂണിറ്റ്, 4.50 1350 രൂപ വാല്യൂ. അപ്പൊ നേരത്തെ പ്രീവിയസ് 4.10 50 യൂണിറ്റും ഇപ്പൊ നിലവിൽ 300 യൂണിറ്റ് 4.50 300 യൂണിറ്റ്, ടോട്ടൽ 1350. ഇനി വരുന്നത് ഒരു റിസീപ്റ്റ് കൂടിയുണ്ട്. ജനുവരി 25 400 യൂണിറ്റ്, 4 രൂപയാണ് റേറ്റ്, 1600. അപ്പൊ ബാലൻസ് 4.10 50 യൂണിറ്റ്, 4.50 300 യൂണിറ്റ്, 4 രൂപയുടെ 400 യൂണിറ്റ്. ഇനി വരുന്നത് ഒരു ഇഷ്യൂ ആണ് വരുന്നത്. ജനുവരി 26 റിക്വസിഷൻ സ്ലിപ്പ് നമ്പർ, ടോട്ടൽ 200 യൂണിറ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ പ്രീവിയസിൽ ഉണ്ടായിരുന്ന 4.10 50 യൂണിറ്റ് എടുത്തു. പിന്നെ വരുന്നത് 300 യൂണിറ്റിന്റെ 4.5 രൂപ വെച്ചിട്ടുള്ള 300 യൂണിറ്റിന്റെ ബാലൻസ് 150 കൊടുത്തു. ഇനി ബാലൻസ് ആ 300 യൂണിറ്റില് 150 യൂണിറ്റ് ഉണ്ട്, 4.50 4 രൂപയുടെ 400 ബാലൻസ് ഉണ്ട്. ഇനി ജനുവരി 30 ഒരു ഇഷ്യൂ ഉണ്ട്. ടോട്ടല് 250 യൂണിറ്റ് ആണ്. അപ്പൊ 150 യൂണിറ്റ് 4.50 150 യൂണിറ്റ് ഉണ്ട്. ബാലൻസ് 4 രൂപയുടെ 100 യൂണിറ്റ്, 400 യൂണിറ്റിൽ 100 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബാലൻസ് 300 യൂണിറ്റ് 4 രൂപയുടെ 1200 രൂപയാണ് വാല്യൂ. ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വന്ന ലോട്ട് ആദ്യം തന്നെ കൊടുത്തു തീർക്കുക. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം കൊടുത്തു തീർക്കുക. ബാലൻസ് വരുന്നതിന് ക്ലോസ് സ്റ്റോക്കിന്റെ വാല്യൂ കൺസിഡർ ചെയ്യും. 300 യൂണിറ്റ് 4 രൂപ വെച്ചിട്ട് 1200 രൂപയാണ് അതിന്റെ ക്ലോസ് സ്റ്റോക്കിന്റെ വാല്യൂ കാണിക്കേണ്ടത്. ഇനി സെക്കൻഡ് ടൈം ആണ് ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. Under this issued price are a reverse order of purchase. The prices of the latest available consignment is taken. This method is suitable in terms of rising prices because materials will be issued from the latest consignment at a price which is closely related to the current price levels. Valuing material issued at the price of the latest available consignment will help the management in fixing the competitive selling price of the product. നോക്കുക, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിഫോ മെത്തേഡിൽ സ്റ്റോഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. സെയിം പ്രോബ്ലം തന്നെയാണ്. ആ സെയിം പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ വരും, റിവേഴ്സ് ഓർഡറിലാണ് അത് വരിക. ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ജനുവരി 1 ബാലൻസ് പ്രോബ്ലം 500 യൂണിറ്റ് 4 രൂപ വെച്ചിട്ട് 2000 രൂപ. ഇനി ആദ്യം വരുന്നത് റിക്വസിഷൻ ആണ്. റിക്വസിഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് 200 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 4 രൂപ ബാലൻസ് 300 യൂണിറ്റ് 4 രൂപ വെച്ചിട്ട് 1200 രൂപ.
ഇനി വരുന്ന ഒരു റിസീപ്റ്റ് ആണ് ഗുഡ്സ് റിസീവ്ഡ് നമ്പർ ജനുവരി 5 200 യൂണിറ്റ് 4.25. അപ്പൊ ആദ്യം എടുത്ത് എഴുതേണ്ട അതിന്റെ ബാലൻസ് 300 യൂണിറ്റ് 4 രൂപയുടെയും 4.25 200 യൂണിറ്റ്. ഇനി വരുന്നത് ഒരു ഇഷ്യൂ ആണ്. 200 ടോട്ടല് 400 യൂണിറ്റ് ആണ് ആവശ്യം. അപ്പോൾ ആദ്യത്തെ ലോട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് 4.25 റേറ്റിലുള്ള 200 യൂണിറ്റ് ആദ്യം എടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള 200 എന്ന് പറയുന്നത് പ്രീവിയസ് ലോട്ട് എന്ന് എടുക്കുക 4 രൂപയുടെ കേസിൽ. അപ്പോൾ അത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് 100 യൂണിറ്റ് ആണുള്ളത്. 4 രൂപയുടെ 100 യൂണിറ്റ് ആണ് ബാലൻസ്. ഇനി വരുന്നത് ഒരു റിസീപ്റ്റ് ആണ് 150 യൂണിറ്റ് 4.10. അപ്പോൾ ബാലൻസ് കോളത്തിൽ നമ്മൾ 4 രൂപയുടെ 100 യൂണിറ്റ് 4.10ന്റെ 150 യൂണിറ്റുമാണ് ബാലൻസ് ഉള്ളത്. ഇനി ഒരു റിക്വസിഷൻ സ്ലിപ്പാണ്, അതായത് ഇഷ്യൂ ആണ് വരുന്നത് 100 യൂണിറ്റ്. അപ്പോൾ 4 രൂപയുടെ 100 യൂണിറ്റ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ലേറ്റസ്റ്റ് ആയത് ആദ്യം കൊടുക്കുക. 4 രൂപയുടെ 100 യൂണിറ്റ് ബാലൻസ് പോയി. ബാലൻസ് 50 യൂണിറ്റ് ആണ് അവിടെ നിലവിലുള്ളത്. 4.10ന്റെ 50 യൂണിറ്റ് ബാലൻസ്. ഇനി വരുന്നത് ഒരു ഇഷ്യൂ ആണ് വരുന്നത് 100 യൂണിറ്റ് ആണ്. 50 യൂണിറ്റ് എടുത്തു. അതുപോലെ തന്നെ 50 യൂണിറ്റ് 4.10ന്റെ 50 യൂണിറ്റും 4 രൂപയുടെ 50 യൂണിറ്റും ബാലൻസ് 50 യൂണിറ്റ് 4 രൂപയുടെയാണ് ബാലൻസ് ഉള്ളത്. ഇനി ഒരു റിസീപ്റ്റ് 300 യൂണിറ്റ് ഉണ്ട് 4.50 ബാലൻസ് 4 രൂപയുടെ 50 യൂണിറ്റും 4.5 300 യൂണിറ്റും ആണ് ബാലൻസ്. ഇനി വരുന്ന ഒരു റിസീപ്റ്റ് ആണ് 50 ടോട്ടൽ 400 യൂണിറ്റ് 4 രൂപ വെച്ചിട്ട്. അപ്പോൾ ബാലൻസ് 50 യൂണിറ്റ് 4 രൂപയുടെ 50 യൂണിറ്റ് 4.5 300 യൂണിറ്റ് 4 രൂപയിൽ 400 യൂണിറ്റ്. ഇനി ഒരു ഇഷ്യൂ ആണ് ജനുവരി 26 200 യൂണിറ്റ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് 4 രൂപയിൽ 200 യൂണിറ്റ് ആദ്യം കൊടുത്തു. ബാലൻസ് 50 യൂണിറ്റ് 4 രൂപയുടെ 300 യൂണിറ്റ് 4.5 200 യൂണിറ്റ് 4 രൂപയിൽ. ഇനി ജനുവരി 30 ഒരു ഇഷ്യൂ ആണ് വരുന്നത് ടോട്ടൽ 250 യൂണിറ്റ്. അപ്പൊ 4 രൂപയുടെ 200 യൂണിറ്റ് ആദ്യം എടുക്കുക. ബാലൻസ് 4.5ന്ന് 50 യൂണിറ്റും 225 വാല്യൂ. ബാലൻസ് വരുന്നത് 50 യൂണിറ്റ് 4 രൂപയുടെ 50 യൂണിറ്റ് 200 രൂപ 4.5ൽ 250 യൂണിറ്റ് 1725 രൂപ. ആ ക്ലോസ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1325 രൂപയായിട്ടാണ് കാണിക്കുക. നെക്സ്റ്റ് മെത്തേഡ് ആണ് third method, simple average method. In this method, price is calculated by dividing the total of the price of the material in the stock form. Stock from which the material to be priced could be drawn by the number of prices used in that total. This method may lead to over recovery or under recovery of cost of material from the production because quantity purchased in each lot is ignored. Example നോക്കുക, 1000 യൂണിറ്റ് purchased at the rate of ₹10, 2000 യൂണിറ്റ് purchased at the rate of ₹11, 3000 യൂണിറ്റ് purchased at the rate of ₹12. In this example, simple average price will be 11 calculated as follows: ₹10, 11, 12 divided by 3. ₹11 is the simple average price. In the third method, weighted average method. In this method, price is calculated by dividing the total cost of material in the stock from which the material to be priced could be drawn by the total quantity of materials in the stock. In the above example, the weighted average price is 11.33 per unit. Calculate as follows: 1000 into ₹10, 2000 into ₹11, 3000 rupees into 12 divided by 7000, not 6000, for ₹11.33. In the period of heavy fluctuation in the price material, the average cost method gives better result because it tends to smooth out the fluctuations in prices by taking average price of various lots in stock. മെറ്റീരിയൽ പോലെ തന്നെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് മേജർ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ദ കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് അക്കൗണ്ടിങ് വെരി ഡിഫിക്കൽട്ട് ആസ് ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ എലമെന്റ്. ലേബർ ഈസ് ദ മോസ്റ്റ് പെരിഷബിൾ കമ്മോഡിറ്റി ആൻഡ് ആസ് സച്ച് ഷുഡ് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് immediately. Importance of labor cost control. Labor is of two types: direct labor and indirect labor. Direct labor is that labor which is directly engaged in the production of goods or services and which can be conveniently allocated to this job, process or commodity or processes
For example, labor engaged in spinning department can be conveniently allocated to the spinning process. Indirect labor is that labor which is not directly in the production of goods and services, but which indirectly helps the direct labor engaged in production. The example indirect labor are supervisors, sweepers, cleaners, timekeeper, watchman, etc. The cost of indirect labor cannot be conveniently allocated to a particular job, order, process, or article. The distinction between direct and indirect labor must be observed carefully because payment of direct labor is a direct expenditure and is a part of prime cost, whereas payment of indirect labor is an item of indirect expenditure and is known as works, office, selling and distribution expenditure according to the nature of time spent by the indirect worker. Management is interested in the labor cost due to following reasons. To use direct labor cost as a basis for increase the efficiency of workers, to identify direct labor cost with the product, orders, jobs or process for ascertainment the cost of every product, order or process. To use direct labor cost as a basis for absorption of overhead. If percentage of direct labor cost to overhead is to be used as a method of absorption of overhead. To determine indirect labor cost to be treated as overhead to reduce the labor turnover. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്താണ് കൂടുതൽ കാര്യങ്ങൾ ലേബർ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. Hence, control of labor cost is an important objective of management, and the realization of this objective depends upon cooperation of every member of the supervisory force from the top executive to foreman. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ അല്ലെങ്കിൽ ഫേമിൽ ഉണ്ടാകുന്ന സൂപ്പർവൈസറി ലെവൽ മുതൽ ടോപ്പ് എക്സിക്യൂട്ടീവ് മുതൽ ഫോർമാൻ വരെയുള്ള കാര്യങ്ങളിൽ അവരുടെ എഫിഷ്യൻസി നോക്കിയിട്ട് വേണം, എഫിഷ്യൻസി ഏതൊക്കെ രീതിയിൽ വർക്കേഴ്സിന്റെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആര് നോക്കും? മാനേജ്മെന്റ് നോക്കുന്നതാണ്. നമുക്കറിയാം ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ അല്ല, വേജ് പേയ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. ടൈം വേജസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. ടൈം വേജ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സം ഫിക്സഡ് ടൈം ഉണ്ടാവും. അത് അണ്ടർ ദിസ് മെത്തേഡ് വേജ് പേയ്മെന്റ് ദ വർക്കർ ഈസ് പെയ്ഡ് അറ്റ് ആൻ അവർലി റേറ്റ് ആകാം, ഡെയിലി റേറ്റ് ആകാം, അതുപോലെ തന്നെ വീക്ക്ലി ആകാം, മന്ത്ലി റേറ്റ് ആകാം. This payment is made according to the time worked irrespective of the work done. This method is highly suitable for following type of work. സാധാരണ ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അക്കോർഡിംഗ് ടു ഇവിടെ സമയത്തിനാണ് പ്രാധാന്യം. ഇത്ര ടൈം വർക്ക് ചെയ്താൽ മാത്രം മതി. പക്ഷെ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നോക്കേണ്ട കാര്യമില്ല. ഒരു ഫിക്സഡ് ടൈം ഉണ്ട്, 8 hours ആണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ 8 hours വർക്ക് ചെയ്യുക. ആ ഒരു ഡയറക്റ്റ് ലേബർക്ക് ഒന്ന് എന്ത് ചെയ്യാം, ഇറങ്ങിപ്പോകാം വർക്കർക്ക്. ആ രീതിയിലുള്ളതാണ്. ദിസ് മെത്തേഡ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ ഫോളോയിങ് ടൈപ്പ് ഓഫ് വർക്ക്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വേറെ ഹൈലി സ്കിൽഡ് ആൻഡ് അപ്രന്റീസ് ആർ വർക്കിംഗ്. ഇപ്പൊ അതിൽ ഹൈലി സ്കിൽഡ് അല്ലെങ്കിൽ അപ്രന്റീസ് വർക്കിംഗ് ആണെങ്കിൽ കറക്റ്റ് ടൈമിന് ഇന്ന പറഞ്ഞ സമയത്തിന് എന്നെ കാര്യങ്ങൾ തീർത്തിട്ട് പോകുന്നത് രീതിയിൽ. പിന്നെ അതുപോലെ വേർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസർ ഈസ് ഓഫ് എക്സ്ട്രീം ഇമ്പോർട്ടൻസ്. ആർട്ടിസ്റ്റിക് ഗുഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേർ ദ സ്പീഡ് ഓഫ് വർക്ക് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് വർക്കേഴ്സ്, വേർ ക്ലോസ് സൂപ്പർവിഷൻ ഓഫ് വർക്ക് ഈസ് പോസിബിൾ, വേർ ഔട്ട്പുട്ട് കനോട്ട് ബി measured. The disadvantages of this method. ടൈം വേജ് സിസ്റ്റത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. വർക്കേഴ്സ് ഒരു തരത്തിലും മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഐഡിയൽ ടൈമിന് കൂടി അവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. എഫിഷ്യന്റ് വർക്കർ പോലും കാലക്രമേണ ഇൻഎഫിഷ്യന്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഡിക്രീസ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എംപ്ലോയർ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് നെസസറി ടു ഗെറ്റ് ദ വർക്ക് ഡൺ. അതായത് വർക്ക് കറക്റ്റ് ടൈമിന് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തീരുന്നുണ്ടോ എന്നുള്ളത് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ അത്യാവശ്യമായിട്ട് വരും. ഇൻഎഫിഷ്യൻസി റിസൾട്ട് ഇൻ അപ്സെറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ആൻഡ് ഇൻക്രീസ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ ആ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ തന്നെ മാറ്റപ്പെടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യും. It will encourage a tendency among workers to go slow as to earn overtime wages. അതുകൊണ്ട് തന്നെ ഓവർ ടൈം വേജസ് കിട്ടാൻ വേണ്ടി നോർമലി വർക്കേഴ്സ് എന്ന് പറയുന്നത് ഗോ സ്ലോ
പതിയെ തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക. ഇത്രയും ഡിസഡ്വാൻറ്റേജ് ടൈം വേജ് സിസ്റ്റത്തിനുണ്ട്. Thus this method does not establish a proportionate relationship between effort and reward, and the result is that it is not helpful in increasing production, lowering labor cost per unit. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് കുറച്ചു കൊണ്ടുവരണോ ഇതിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. എഫേർട്ടും റിവാർഡും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ റിസൾട്ടും നെഗറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുക. ഇതൊക്കെയാണ് അതിന്റെ ടൈം വേജ് സിസ്റ്റത്തിന്റെ പോരായ്മ. നെക്സ്റ്റ് ഒരു പേയ്മെന്റ് മെത്തേഡാണ് പേയ്മെന്റ് ബൈ റിസൾട്ട്. റിസൾട്ടിന് അല്ലെങ്കിൽ വർക്ക് ഡൺ ചെയ്യുന്ന എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വേജ് സിസ്റ്റം ഫോളോ ചെയ്യുക. അതാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദി സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് എ ഫിക്സഡ് റേറ്റ് ഈസ് പെയ്ഡ് ഫോർ ഈച്ച് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, job completed or an operation performed. Thus payment is made according to the quantity of work done. No consideration is given to the time taken by the worker to perform the work. There are 4 variants of this system. Piece rate system and 4 variety of this system follow ചെയ്യാറുണ്ട്. Straight piece rate system, അതുപോലെ Taylor's differential piece rate system, Merrick's multiple piece rate system, Gantt's task and bonus plan. ഇങ്ങനെ 4 രീതിയിലുള്ള വെറൈറ്റീസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം ആണ് നിലവിലുള്ളത്. ഫേംസ് ഏതാണോ സ്യൂട്ടബിൾ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും. അവിടെ നമുക്ക് സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, ഗാൻസ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. സാധാരണ ഷോർട്ട് ആൻസർ ടൈപ്പ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ബോണസ് പ്ലാൻ എന്നുള്ളത്. അത് നോക്കിയിട്ട് പോവുക. Straight piece rate system. Payment is made as per the number of units produced at a fixed rate per unit. Another method is piece rate with guaranteed time wage, in which the worker is given time rate wage if his piece rate wage is less than the time rate. Straight piece rate system എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് കൂടി അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നതിനെയാണ് സ്ട്രൈറ്റ് piece rate system എന്ന് പറയുന്നത്. Is given at the time wage if his piece rate wage is less than the time rate. അതായത് ടൈം പീസ് റേറ്റ് എന്ന് പറയുന്നത് ടൈം റേറ്റിനേക്കാൾ കുറവാണെങ്കിൽ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം. അതുപോലെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ടൈലർ, ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ടു എൻകറേജ് ദ വർക്കേഴ്സ് ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ഓർ ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് ടൈം. അതായത് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് FW ടൈലർ, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത FW ടൈലർ കൊണ്ടുവന്നതാണ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിലോ അതിന് താഴെയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടുന്ന പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കിട്ടാവുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ടൈലർ അഡ്വക്കേറ്റഡ് 2 piece rate, so that if a worker performs the work within the or less than the standard time, he is paid a high piece rate, and if he does not complete the work within the standard time, he is given a lower piece rate. അതായത് സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിലോ അതിന് താഴെയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞ വ്യക്തിക്ക് ഹൈ പീസ് റേറ്റ് ലഭിക്കുന്ന രീതിയിലും, അതായത് കംപ്ലീറ്റ് ചെയ്യാത്ത വർക്കേഴ്സിന് അതിന് താഴെയുള്ള നോർമൽ പീസ് റേറ്റിനേക്കാളും താഴെയുള്ള ഒരു റേറ്റിലായിരിക്കും പേയ്മെന്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വർക്കേഴ്സ് എന്ത് ചെയ്യുള്ളൂ, മോട്ടിവേറ്റ് ആയിട്ട് വർക്ക് കൂടുതലായിട്ട് ചെയ്യുകയുള്ളൂ. അതിന്റെ വരുന്ന എക്സാമ്പിൾ സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പീസ്, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വരുന്ന ഒരു ഇല്ലസ്ട്രേഷൻ നോക്കുക. സാധാരണ എക്സാമിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കുറെ എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കറക്റ്റ് ആയിട്ട് തറോ ആയിട്ട് നോക്കിയിട്ട് പോകുക. Calculate the earnings of workers A and B under straight piece rate system and Taylor's differential piece rate system from the following particulars. അതായത് എക്സാം ചിലപ്പോൾ പ്രോബ്ലത്തിന് ചിലപ്പോൾ റേറ്റുകൾ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. ഇതൊന്ന് നോക്കിയിട്ട് പോകുക. 2 രീതിയിൽ വർക്കേഴ്സ് എ ഉണ്ട്, ബിയും അവരുടെ ഏർണിങ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് 2 രീതിയിലും വെച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. Normal rate per hour rupees 1.80, standard time per unit 20 seconds. Differential to be applied 80% of piece rate below standard, 120% of piece rate at above standard. Workers A produces 1300 units per day and workers B produces 1500 units per day.
അത് പ്രോബ്ലത്തിൽ ഇത്രയും കാര്യങ്ങൾ മതി. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് രീതിയിലുള്ള വേജ് റേറ്റ് സിസ്റ്റത്തിൽ വർക്കേഴ്സിന് പേ ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കാം, നോർമൽ റേറ്റ് ഒരു മണിക്കൂറിൽ റേറ്റ് ആണ് അവിടെ തന്നിരിക്കുന്നത് റുപ്പീസ് ₹1.80. സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. ആ ഒരു ഹിന്റ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, അവർലി റേറ്റ് അല്ലെങ്കിൽ ഡെയിലി വേജ് റേറ്റ് കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കാം, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് 20 സെക്കൻഡ് മതി. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 20 സെക്കൻഡ് മതി. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ മിനിറ്റ്, അപ്പം ഒരു മിനിറ്റില് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒരു മിനിറ്റിൽ ഏകദേശം എന്താണ് 60/20 ചെയ്ത് കഴിഞ്ഞാൽ 3 യൂണിറ്റ് എന്ന് കിട്ടും. ആ 3 യൂണിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ അവർ കിട്ടും. അതായത് 3 × 60 ചെയ്ത് 180 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ അവർ. ആ പെർ അവർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഡേ കണ്ടുപിടിക്കാൻ പറ്റും. നോർമലി 8 hours ആണ് വർക്കിംഗ് ഡേ എന്നുള്ള ഒരു അസംഷൻ എടുത്തിട്ട് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഡേ ഓഫ് 8 hours എന്ന് കാണിക്കുക. 180 × 8 1440 യൂണിറ്റ്. അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അവിടെ വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം 1300 യൂണിറ്റും വർക്കർ ബി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 1500 യൂണിറ്റും ആണ്. അപ്പൊ ഇതിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഡേ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കും തന്നിട്ടുണ്ടാകുക. ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം ആണ് തന്നിരിക്കുന്നത്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 20 സെക്കൻഡ്. അപ്പൊ ആ 20 സെക്കൻഡ് ഒരു മിനിറ്റിലേക്ക് എത്രയാണെന്നുള്ളത് നോക്കുക. ഒരു മിനിറ്റ് വെച്ചുകൊണ്ട് ഒരു അവറിലേക്ക് എത്രയാണെന്നുള്ളത് നോക്കുക. ആ അവറിനെ ബേസ് ചെയ്തിട്ട് 1 ഡേയിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്രയാണ്, 1440 യൂണിറ്റ് ആണ് വരുന്നത്. ഇനി നോർമൽ റേറ്റ് പെർ അവർ ആണ് അവിടെ തന്നിരിക്കുന്നത് എത്രയാണ്, 1.80 എന്ന് പറയുന്നത്. ₹1.80 നോർമൽ റേറ്റ് ഒരു അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കുക, നോർമൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്, 1.80 ഡിവൈഡഡ് ബൈ 180 യൂണിറ്റ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ അവർ നമ്മൾ കണ്ടുപിടിച്ചു 180 യൂണിറ്റ് ആണ് ഒരു അവറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ നോർമൽ പീസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസർ പെർ അവർ. അപ്പൊ 1.80 ഡിവൈഡഡ് ബൈ 180 ചെയ്യാം. 1 പൈസയാണ് നോർമൽ പീസ് റേറ്റിൽ വരിക. സാധാരണ ഈ രണ്ട് സിസ്റ്റം ഫോളോ ചെയ്തില്ലെങ്കിൽ ആകെ വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്, 1 പൈസയാണ് വരുന്നത്. നോർമൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് 1 പൈസയാന്ന് പറഞ്ഞു. ആ 1 പൈസ വെച്ചുകൊണ്ട് നമ്മൾ ട്രൈലേഴ്സിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ്, 1440 ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഡേ എന്ന് പറയുന്നത്. വർക്കർ എ 1300 യൂണിറ്റ്. അപ്പൊ ബിലോ സ്റ്റാൻഡേർഡ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറവാണ് വർക്കർ എ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം വർക്കർ ബി എത്രയാണ്, 1500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഹൈ പീസ് റേറ്റ് കിട്ടാൻ ആര് അർഹനാണ്, വർക്കർ ബി അർഹനാണ്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് ഫിക്സ് ചെയ്യാൻ. അപ്പൊ ആ 1 പൈസ വെച്ചുകൊണ്ട് ലോ പീസ് റേറ്റ് ബിലോ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനേക്കാൾ കുറവായ വ്യക്തിക്ക് ലോ പീസ് റേറ്റും അതെങ്ങനെ കണ്ടുപിടിക്കുക, 1 പൈസയാണ്. 1 പൈസ നോർമൽ റേറ്റ് ആണ്. 1 പൈസ × 80%, 80% കൊടുത്താൽ മതി. അപ്പോ 0.8 പൈസ കൊടുത്താൽ മതി. 0.8 പൈസ ആണ് വർക്കർ എക്ക് കിട്ടുന്നത്. ഹൈ പീസ് റേറ്റ് ആയിട്ട് ഓർ എബോ സ്റ്റാൻഡേർഡ് 120% ആണ് കിട്ടുക. അപ്പൊ 1.2 പൈസയാണ് ആർക്ക് കിട്ടുന്നത്, വർക്കർ ബിക്ക് കിട്ടുന്നത്. ഇനി ഏണിംഗ് ഓഫ് വർക്കർ എ നോക്കുക. അത് രണ്ട് സിസ്റ്റത്തിൽ എങ്ങനെയാന്നുള്ളത് നോക്കുക. അണ്ടർ സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും എമൗണ്ട്. അവിടെ നോർമൽ അവർ എന്ന് പറയുന്നത് 1 പൈസയാണെന്ന് പറഞ്ഞു നോർമൽ റേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ 1300 യൂണിറ്റ് ആയിട്ട് 1 പൈസ ചെയ്യുന്ന സമയത്ത് 13 രൂപയാണ് ആർക്ക് കിട്ടുന്നത്, വർക്കർ എക്ക് കിട്ടുന്നത്. അണ്ടർ ടൈലേഴ്സ് പീസ് റേറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ 1300 at the rate of 0.8 പൈസ. കാരണം സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് 10.40, 10 രൂപ 40 പൈസയാണ് കിട്ടുക. Low piece rate has been applied because worker A's daily production of 1300 unit is less than the standard daily production of 1440. അതായത് ഡെയിലി സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനേക്കാളും കുറവായതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഏതാണ്,
നോർമൽ സ്ട്രൈക്ക് പീസ് റേറ്റേക്കാളും കുറവായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുക, ലോ പീസ് റേറ്റ് ആയിരിക്കും കിട്ടുക. ഇനി നോക്കുക, ഏർണിംഗ് ഓഫ് വർക്കർ ബി അണ്ടർ സ്ട്രൈക്ക് പീസ് റേറ്റ് 1500 into 1 പൈസ, 15 രൂപയാണ് കിട്ടുക. അണ്ടർ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 1500 യൂണിറ്റ് into 1.2 പൈസ, 18 രൂപയാണ് അവർക്ക് കിട്ടുന്നത്, വർക്കർ ബിക്ക് കിട്ടുന്നത്. ഹൈ പീസ് റേറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് ബിക്കോസ് worker B's daily production 1500 is more than the standard daily production of 1440 unit. 1440 യൂണിറ്റിനേക്കാളും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ വർക്കർ ബിക്ക് 18 രൂപ വരെ കിട്ടാനുള്ള അർഹത ഏത് ട്രൈലേഴ്സ് പീസ് റേറ്റ് സിസ്റ്റം മൂലം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നോക്കുക, ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലെ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. നോർമലായിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നോർമൽ പീസ് റേറ്റ് തന്നെ കിട്ടും. ഒരു പൈസ വെച്ച് തന്നെ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത്ര കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ 13 രൂപയും ബിയുടെ കേസിൽ 15 രൂപയാണ് കിട്ടുന്നത്. അതേസമയം ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കറിന് ഹൈ ആയിട്ട് പീസ് റേറ്റ് കിട്ടും. 15 18 രൂപ വരെ 3 രൂപ ഇൻക്രീസ് ആർക്ക് കിട്ടുന്നുണ്ട്, വർക്കർ ബിക്ക് കിട്ടുന്നുണ്ട്. അതേസമയം ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കർ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനേക്കാളും കുറവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കർ എക്ക് കിട്ടുന്നത് തുല്യമായിട്ടല്ല, അതിനേക്കാളും കുറവായിട്ട് 10 രൂപ 40 പൈസ മാത്രമേ ഏൺ ചെയ്യാൻ അവിടെ പറ്റുന്നുള്ളൂ. അതായത് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ മോട്ടിവേറ്റ് ആകുന്നതാണ് സെക്കൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം, ഈ ഒരു മോഡല് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ അതൊന്ന് നോക്കിയിട്ട് പോവുക, ഏത് രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് പോവുക. പീസ് റേറ്റ് സിസ്റ്റത്തിലെ മൂന്നാമത്തെ ഒരു സിസ്റ്റമാണ് മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് സീക്സ് ടു മേക്ക് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അണ്ടർ ദിസ് മെത്തേഡ് 3 piece rate are applied for workers with different levels of performance. Wages are paid at ordinary piece rate to those workers whose performance is less than 83% of the standard output. 110 of the ordinary piece rate given to those level of performance is between 83 to 100% of standard, and 120% of ordinary piece rate is given to workers who produce more than 100% of the standard output. This method is not an harsh as ടൈലേഴ്സ് പീസ് റേറ്റ് because penalty for slow worker is relatively lower. മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ആണെന്ന് പറയാം. ഇതിൽ 3 രീതിയിലുള്ള പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു 80 സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 83% അതിന് താഴെ പെർഫോമൻസ് ഉള്ളതെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് 110%. അയാൾക്ക് എന്ത് കിട്ടുന്നത്, ഓർഡിനറി പീസ് റേറ്റിനേക്കാളും 110% കിട്ടുന്നത്. നോക്കുക, 83%ആണെങ്കിൽ 80%, അതുപോലെ തന്നെ ഓർഡിനറി പീസ് റേറ്റ്, അതായത് 83% കുറവാണ് പെർഫോമൻസ് എങ്കിൽ അയാൾക്ക് ഓർഡിനറി പീസ് റേറ്റ് എത്രയാണോ ആ എമൗണ്ട് ആണ് കിട്ടുക, നോർമൽ പീസ് റേറ്റ്. അതേസമയം 110% ഓർഡിനറി പീസ് റേറ്റിന്റെ 110% കിട്ടാൻ അർഹനാണ് ഏത്, അയാളുടെ ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് 83% മുതൽ 100% വരെ ആണെങ്കിൽ അയാൾക്ക് 110% കിട്ടും ഓർഡിനറി പീസ് റേറ്റിന്റെ. അതുപോലെ തന്നെ 120% ഓർഡിനറി പീസ് റേറ്റിന്റെ 120% കിട്ടാൻ അർഹനാണ് ഇത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ദിസ് മെത്തേഡ് ഈസ് നോട്ട് ഹാഷ് ടൈലേഴ്സിന്റെ ഫീസ് റേറ്റ് സിസ്റ്റം പോലെ സ്ലോ വർക്കേഴ്സിന് റിലേറ്റീവ്ലി ലോവർ ആയിട്ടേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുള്ളൂ. കാരണം ഒരുപാട് അന്തരം ആര് തമ്മിൽ ഉണ്ടാകില്ല, ഹൈ പീസ് റേറ്റും സ്ലോ പീസ് റേറ്റും തമ്മിൽ ഉണ്ടാകില്ല. 3 പീസ് റേറ്റ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്സാമ്പിൾ നോക്കുക. Calculate the earning of workers A, B and C under strike piece rate system and numerical piece rate system from the following particulars. Normal rate per hour rupees 1.80, standard time per minute 1 minute, output per day is as follows. Workers A 384 unit, worker B 450 unit, worker C 552 unit. Working hours per day are 8. ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്ട്രൈക്ക് പീസ് റേറ്റ് സിസ്റ്റം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഇവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മിനിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ അവർ എത്രയാണെന്നുള്ളത് കളിക്കുക. 1 മിനിറ്റിൽ 1 യൂണിറ്റ് ആണെങ്കിൽ 60 മിനിറ്റിൽ 60 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഡേ ഓഫ് 8 അവേഴ്സിന്റെ 8 into 60 480 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോർമൽ റേറ്റ് പെർ അവർ തന്നിട്ടുണ്ട് ₹1.80, ₹1.80. അപ്പൊ നോർമൽ ഔട്ട്പുട്ട് പെർ അവർ എത്രയാണ്? 60 യൂണിറ്റ് ആണ്. അപ്പൊ നോർമൽ പീസ് റേറ്റ് എത്രയാണ് വരുന്നത്? ₹1.80/60 ചെയ്ത് കഴിഞ്ഞാൽ 3 പൈസയാണ് നോർമൽ പീസ് റേറ്റിൽ വരുന്നത്. ഇനി കാൽക്കുലേഷൻ ഓഫ് ലെവൽ ഓഫ് പെർഫോമൻസ്. അവർ പ്രൊഡ്യൂസ് ചെയ്ത വർക്കർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിന്റെ ഡീറ്റെയിൽസ് അവിടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 480 യൂണിറ്റ് ആണെന്ന് നമ്മൾ കണ്ടുവച്ചു. ഇനി വർക്കർ എന്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കുക. 384 ആണ്. അപ്പൊ വർക്കർ എ's ലെവൽ ഓഫ് പെർഫോമൻസ് ഈസ് ഈക്വൽ ടു 384/480 into 100. നോക്കുന്ന സമയത്ത് 80% വർക്കർ എ വരുന്നത്. വർക്കർ ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 450 യൂണിറ്റ് ആണ്. അപ്പൊ 450/480 into 100 ചെയ്ത് കഴിഞ്ഞാൽ 93.75% വർക്കർ ബിയുടെ കേസില്. വർക്കർ സി ഔട്ട്പുട്ട് പെർ ഡേ 552 യൂണിറ്റ്. അപ്പൊ ലെവൽ ഓഫ് പെർഫോമൻസ് ഈസ് ഈക്വൽ ടു 552/480 ചെയ്ത് കഴിഞ്ഞാൽ 115% ആണ് അയാളുടെ ലെവൽ ഓഫ് പെർഫോമൻസ് വരുന്ന വർക്കർ സിയുടെ. അപ്പൊ 3 കാറ്റഗറി കിട്ടി. അപ്പം അണ്ടർ സ്ട്രൈറ്റ് പീസ് റൈറ്റ് സിസ്റ്റം ആണെങ്കിൽ വർക്കർ എക്ക് എത്ര രൂപ കിട്ടുന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റൈറ്റ് സിസ്റ്റം ആണെങ്കിൽ ഏത് രീതിയിലാണ് പേയ്മെന്റ് വരുന്നത് നോക്കാം. Under straight piece rate system for 384 units at 3 paise per unit. സാധാരണ 3 പൈസയാണ് കിട്ടുക. ആ 3 പൈസ എത്രയാണെന്നുള്ളത് നോക്കാം. 384 into 0.03 പൈസ. അത് നോക്കുക. ₹11.52 ആണ് ആർക്ക് കിട്ടുന്നത്? വർക്കർ എക്ക് കിട്ടുന്നത്. മെറിക്കൽ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിനും സാധാരണ 3 കണ്ടീഷനാണുള്ളത്. 83% താഴെയാണെങ്കിൽ നോർമൽ പീസ് റേറ്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് പീസ് റേറ്റിൽ എത്ര കിട്ടുന്നുണ്ടോ ആ എമൗണ്ട് തന്നെയായിരിക്കും കിട്ടുക. ഇവിടെ നോക്കുക. അണ്ടർ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ഫോർ 384 യൂണിറ്റ് അറ്റ് 3 പൈസ പെർ യൂണിറ്റ്. സെയിം എമൗണ്ട് തന്നെയാണ് കിട്ടുക. 11.52 ആണ് വർക്കർ എക്ക് കിട്ടുന്ന പേയ്മെന്റ്. 2 രീതിയിലും സെയിം തന്നെയാണ്. സ്ട്രൈറ്റ് പീസ് റേറ്റിന് അതുപോലെ തന്നെ മെറിക് ആകുമ്പോഴും അയാളുടെ പെർഫോമൻസിനനുസരിച്ച് ₹11.52 കിട്ടുന്നത്. ഇനി സെക്കൻഡ് കേസ് നോക്കുക. ഏർണിംഗ്സ് ഓഫ് വർക്കർ ബിയുടെ കേസിൽ അണ്ടർ സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ 450 യൂണിറ്റിന് 3 പൈസ വെച്ചിട്ട് 450 into 0.03 ₹13.50. അതായത് ₹13.50 സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം വെച്ചിട്ട് കിട്ടുന്നത്. അതേസമയം അണ്ടർ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 80 ആളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് 93.75%. 83 മുതൽ 100%-നുള്ളിലാണെങ്കിൽ അയാളുടെ ടോട്ടല് നമ്മുടെ നോർമൽ പീസ് റേറ്റിനേക്കാളും 110% അർഹനാണ്. നോർമൽ പീസ് റേറ്റിന്റെ 110% കിട്ടാൻ ആ ഒരു വ്യക്തി അർഹനാണ്. അപ്പൊ 450 യൂണിറ്റ്സ് അറ്റ് 3.3 പൈസ പെർ യൂണിറ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ ₹14.85 ആണ് ആൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത്. വർക്കർ ബിക്ക് കിട്ടുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് കേസ് നോക്കുക. ഏർണിംഗ്സ് ഓഫ് വർക്കർ സി അണ്ടർ സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ 582 into 3 പൈസ വെച്ചിട്ട് ₹16.56 കിട്ടുന്നത്. മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തില് അയാളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് 115%. അതുകൊണ്ട് തന്നെ 100% സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും 100%-ന് മുകളിലാണെങ്കിൽ അയാൾക്ക് 120% കിട്ടാൻ ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ 550 യൂണിറ്റ്സ് അറ്റ് 3.6 പൈസ പെർ യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് ₹19.87 ആർക്ക് കിട്ടുന്നത്? വർക്കർ സിക്ക് കിട്ടുന്നത്. Workers C's level of performance is 115, which is more than 100% of the standard output. So he is entitled to get a 120% of normal piece rate. ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം മെറിക്സിന്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലേഴ്സിന്റെ സിസ്റ്റത്തിനേക്കാളും ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. 3 രീതിയിലുള്ള പീസ് റേറ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. 83%-ന് താഴെയുള്ളതിന് 100% നോർമൽ പീസ് റേറ്റ്. അതുപോലെ തന്നെ 83 into 100% ആണെങ്കിൽ 110% നോർമൽ പീസ് റേറ്റിന്റെ. അതുപോലെ തന്നെ 100%-ന് മുകളിലാണ് പെർഫോമൻസ് എങ്കിൽ 120% കിട്ടാനും ആ വർക്കേഴ്സിന് വേജ് പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ച് കിട്ടുന്നത്. ഇനി നോക്കുക നെക്സ്റ്റ് പ്രീമിയം ആൻഡ് ബോണസ് പ്ലാൻ.
The objective of a premium plan is to increase the production by giving an inducement to the workers in the form of higher wages for less time worked. Under a premium, a standard time is fixed for completion of specific job or operation at an hourly rate plus wages for a certain fraction of the time saved by way of our bonus. This plan is also known as incentive plan because a worker has the incentive to earn more wages by completing the work in less time. പ്രീമിയം അല്ലെങ്കിൽ ബോണസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ചെയ്യുക. അതായത് ആ പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി, വർക്കേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീമിയം പ്ലാന് നമ്മൾ എന്ത് ചെയ്യണത്, ഫിക്സ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ട് തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ത് ചെയ്യും, ലെസ് ടൈമിനുള്ളിൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ടൈം സേവ് ചെയ്യുന്നതിനും കൂടി ആ ഒരു സഹായം കൊണ്ട് ആ വർക്കർ സേവ് ചെയ്യുന്നുണ്ട്. കാരണം അടുത്ത വർക്കിന് വേണ്ടിയിട്ട് ഈ സമയം ഉൾപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ ആർക്ക് സാധിക്കും, ആ വർക്കറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വർക്കേഴ്സിന് ഇൻസെന്റീവ്സ് കൊടുത്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഒരു ഫേം ചെയ്യേണ്ടത്. അതായത് ലെസ് ടൈം വെച്ചുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ടൈം സേവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, ബോണസ് ആയിട്ട് കൊടുക്കുക. ആ പ്രീമിയം അല്ലെങ്കിൽ ബോണസ് പ്ലാൻ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഈ പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്. This system of wage payment is in between the time wage system and the piece rate system. In time wages system, workers does not get any reward for the time saved, and in piece rate piece work system, the worker get a full payment for time saved, whereas in a premium plan, both the workers and the employer share the labor cost of the time saved. അതായത് രണ്ട് സിസ്റ്റത്തിലും ഇടയിൽ നിൽക്കുന്ന ഒരു പേയ്മെന്റ് ആയിരിക്കും ഈ പ്രീമിയം അല്ലെങ്കിൽ ബോണസ് പ്ലാൻ കൊണ്ട് വരുന്നത്. ടൈം വേജിൽ ഒരു തരത്തിലുള്ള റിവാർഡ് ആർക്ക് കിട്ടുന്നില്ല, ടൈം സേവ് ചെയ്യുന്നതിന് വർക്കറിന് കിട്ടുന്നില്ല. അതേസമയം പീസ് വർക്ക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഫുൾ പേയ്മെന്റ്, ടൈം സേവ് ചെയ്യുന്നതിന്റെ ഫുൾ പേയ്മെന്റും ആർക്ക് പോകുന്നുണ്ട്, വർക്കർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പ്രീമിയം പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ വർക്കറിനും ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയർക്കും ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ടൈം സേവ് ചെയ്യുന്നതിന് സഹായമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ഫോളോയിങ് ആർ ദ സം ഓഫ് ദ ഇമ്പോർട്ടന്റ് പ്രീമിയം പ്ലാൻ. സാധാരണ എക്സാം ലെവലിൽ നിങ്ങൾക്ക് ഈ രണ്ട് പ്ലാനിന്റെയും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹാൽസി പ്രീമിയം പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ റോവൻ പ്രീമിയം പ്ലാനും ആണുള്ളത്. ഇവിടെ നോക്കുക, ഹാൽസി പ്രീമിയം പ്ലാൻ. അണ്ടർ ദിസ് മെത്തേഡ് the worker is given wages for his actual time taken and a bonus equal to half of wages for time saved. The standard time for doing each job or operation is fixed in fraction. In practice, the bonus may vary from 33.1/3% to 66.2/3% of the wages of the time saved. Thus, if S is the standard time, T is the time taken, R is the labor rate per hour, and percentage of the wages of time saved to given as bonus, total earnings of the workers will be. Under Halsey-Ware plan, the premium is set at 30% of the time saved. ആ രീതിയിലാണ് ഹാൽസി പ്ലാൻ എന്ന് പറയുന്നത്. ആക്ച്വൽ ടൈം ടേക്കൺ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ബോണസ് എന്ന് പറയുന്നത് ടൈം സേവ് ചെയ്യുന്നതിന്റെ ഈക്വൽ ടു ഹാഫ് വേജസ് വരെ കിട്ടാനുള്ള, ടൈം സേവ് ചെയ്യുന്നതനുസരിച്ച് ബോണസ് കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്. അതിൽ സ്റ്റാൻഡേർഡ് ടൈം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ബോണസ് എന്ന് പറയുന്നത് 33.1/3 മുതൽ 66.2/3% വരെ വേജസ് സേവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബോണസ് ആയിട്ട് ആ വർക്കർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്, അത് കാണാതെ പഠിക്കുക. T into R, time taken into labor rate per hour plus percentage of standard time minus time taken multiplied by whole square labor rate per hour. ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അണ്ടർ ഹാൽസി-വെയർ പ്ലാനിൽ പ്രീമിയം സെറ്റ് ചെയ്യേണ്ട. ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. റേറ്റ് പെർ അവർ അവിടെ തന്നിട്ടുണ്ട് 1.50 per hour. ടൈം അലൗഡ് ഫോർ ജോബ് 20 hours. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മണിക്കൂറാണ്. ടൈം ടേക്കൺ 15 hours. ആക്ച്വലി ടൈം ടേക്കൺ ചെയ്തിരിക്കുന്ന വർക്കർ എത്രയാണ്, 15 മണിക്കൂറുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഏർണിംഗ്സ് ഓഫ് ദ വർക്കർ അണ്ടർ ഹാൽസി പ്ലാൻ ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിംഗ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എഫക്റ്റീവ് റേറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. നമുക്ക് ആ ഫോർമുല ഓർത്ത് വെക്കുക. T into R പ്ലസ് പെർസെൻറ്റേജ് മൾട്ടിപ്ലൈഡ് ബൈ S മൈനസ് T into R. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് S എന്ന് പറയുന്നത് 20 hours ആണ്. ടൈം ടേക്കൺ എന്ന് പറയുന്നത് 15 hours ആണ്.
15 അവേഴ്സ്. അതുപോലെ തന്നെ റേറ്റ് പെർ അവർ അവിടെ തന്നിട്ടുണ്ട് ₹1.50 പെർ അവർ. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യുക. ടോട്ടൽ ഏർണിംഗ്സ് ഈസ് ഈക്വൽ ടു T × R. ടി എന്ന് പറയുന്നത് 15 ആണ്. 15 × 1.50 പ്ലസ് ഇവിടെ എത്രയാണ് 50% ആണ് എടുക്കേണ്ടത്. അപ്പൊ 50/100 × 20 - 15 × 1.50. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 26.25 ആണ് ആർക്ക് കിട്ടുന്ന വേജ്, ഫസ്റ്റ് വർക്കേഴ്സിന് കിട്ടുന്ന വേജ് റേറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ വേജസ് ഫോർ 15 hours is equal to 26.25. Therefore, effective rate of earning per hour total wages is equal to 26.25. That is equal to 1.75. Actual time taken, the percentage of bonus is taken as when 50% when not given. അതായത് പെർസെൻറ്റേജ് ഓഫ് ബോണസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ നോർമലി നമ്മൾ എടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50% എടുക്കേണ്ടത്. അത് എത്രയാണ്, 33.13% മുതൽ 66.2/3% വരെ എന്ത് കൊടുക്കാം, ബോണസ് കൊടുക്കാം. പക്ഷെ ആ പ്രോബ്ലത്തിൽ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട തുക എന്ന് പറയുന്നത് എത്രയാണ്, 50%. 50% ആണ് എന്തെടുക്കേണ്ടത്, നമ്മൾ ബോണസ് കാണിക്കേണ്ടത്. The advantages of healthy plan are: it is simple to understand and relatively simple to calculate. It guarantees time wages to workers. The wages of time saved are shared by both employers and the workers. So it is helpful in reducing labor cost per unit. അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രോബ്ലത്തിൽ എപ്പോഴും തന്നിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ടുണ്ടാവും, ടൈം ടേക്കൺ തന്നിട്ടുണ്ടാവും, റേറ്റും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഇതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. T × R plus percentage into multiplied by S minus T into whole square rate per hour. ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അവേഴ്സ് കിട്ടും, ടോട്ടൽ വേജസ്. ഹെൽത്തി പ്ലാനിന്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഇറ്റ് മോട്ടിവേറ്റ്സ് എഫിഷ്യന്റ് വർക്കേഴ്സ് ടു വർക്ക് മോർ ആസ് ദർ ഈസ് ഇൻക്രീസിംഗ് ഇൻസെന്റീവ് ടു എഫിഷ്യന്റ് വർക്ക്. എഫിഷ്യന്റ് വർക്കേഴ്സ് കൂടുതൽ ഇൻസെന്റീവ് കിട്ടാൻ സഹായമുണ്ട്. Fixed overhead cost per unit is reduced with increase in production. The employer is able to reduce cost of production by having a reduction in labor cost and fixed overhead cost per unit. So he is induced to provide the best possible equipment and working condition. അങ്ങനെ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഫേമിന് സഹായമാകുന്നുണ്ട്. ലേബർ കോസ്റ്റ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും, അതുപോലെ തന്നെ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റും കുറച്ചു കൊണ്ടുവരാൻ പറ്റും ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വർക്ക് സഫേഴ്സ് ബിക്കോസ് വർക്കേഴ്സ് ആർ ഇൻ ഹറി ടു സേവ് മോർ ആൻഡ് മോർ ടൈം ടു ഗെറ്റ് മോർ ആൻഡ് മോർ ബോണസ്. Workers criticize this method on the ground that the employer gets a share of wages of the time saved. രണ്ട് രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം വർക്കേഴ്സ് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹറിബറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി എന്ന് പറയുന്നത് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വർക്കേഴ്സ് ക്രിട്ടിസൈസ് ദിസ് മെത്തേഡ് ഓൺ ദ ഗ്രൗണ്ട്, അതായത് എംപ്ലോയർക്ക് കൂടി നമ്മൾ ടൈം സേവ് ചെയ്യുന്നതിന്റെ ഒരു ഷെയർ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വർക്കേഴ്സ് എന്ത് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും ഫേമിനെ. ഈ രണ്ട് രീതിയിലാണ് ഹാൽസി പ്ലാൻ വരുന്നത്, അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജും. ഇനി സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് റോവൻ പ്ലാൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാൽസി പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ബോണസ്. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് മാത്രമേ ഈ രണ്ട് സിസ്റ്റത്തിലെ രണ്ട് പ്ലാനിലുള്ളൂ. അണ്ടർ ദിസ് മെത്തേഡ് ഓൾസോ the workers are guaranteed the time wages and the bonus is that proportion of the wages of the time taken which is the time saved bears to the standard time allowed. ഇതിൽ നോക്കുക, T × R തന്നെയാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്, നോർമൽ ആയിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബോണസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഏർണിംഗ്സ് ഈസ് ഈക്വൽ ടു T × R പ്ലസ് ഇവിടെ ടേക്കുന്ന പെർസെൻറ്റേജ് ആണ് ഹാൽസി പ്ലാനിൽ വരുന്നതെങ്കിൽ ലെവൽ ഓഫ് പെർഫോമൻസ് നോക്കിയിട്ടാണ് ബോണസ് ഫിക്സ് ചെയ്യുക ഹാൽസി പ്ലാനിൽ. ഇതിൽ അങ്ങനെയല്ല, ഇതിൽ സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു T × R ആണ് എടുക്കുന്നത്. ടൈം സേവ് ചെയ്തതിന്റെ മുഴുവൻ ഇൻസെന്റീവ് അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും ആർക്ക് തന്നെ കിട്ടുന്നുണ്ട്, വർക്കേഴ്സിന് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ. T × R plus S minus T divided by S all raised to T × R time taken to rate per hour. ഒരു illustration നോക്കാം. A worker completes a job in a certain number of hours. The standard time allowed for the job is 10 hours and the hourly rate of wages is ₹1. The worker earns 50% rate of bonus of ₹2
under Halsey plan, ascertain his total wages under row 1 premium plan. Selection: the worker earns rupees 2 as bonus at 50%, so the total bonus is at 100%, should be 4. The hourly rate of wages being rupee 1, the time saved should be 4 hours. ഇവിടെ നോക്കുക, പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് ഹാൽസി പ്ലാൻ വെച്ചുകൊണ്ട് ആൾക്ക് കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത് 50% റേറ്റ് ഓഫ് ബോണസ് എന്ന് പറയുന്നത് 2 രൂപ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് റോ 1 പ്ലാൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർലി റേറ്റ് ഓഫ് വേജസ് 1 രൂപയാണെന്നും തന്നിട്ടുണ്ട്. വർക്കർ 2 രൂപ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ 50%, അപ്പൊ ടോട്ടൽ ബോണസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% ആക്കി കഴിഞ്ഞാൽ 4 രൂപ വരുന്നുണ്ട്. അപ്പൊ അവർലി റേറ്റ് ഓഫ് വേജസ് 1 രൂപയായതുകൊണ്ട് തന്നെ ടൈം സേവ് ചെയ്യുന്നതനുസരിച്ച് 4 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂറാണ് സേവ് ചെയ്യുന്നത് 1 രൂപ കിട്ടാൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ടൈം അലൗഡ് ഫോർ 10 അവേഴ്സ്. സ്റ്റാൻഡേർഡ് ടൈം അവിടെ തന്നിട്ടുണ്ട് 10 മണിക്കൂറാണെന്നുള്ളത്. ലെസ് ടൈം സേവ്ഡ് ഈസ് ഈക്വൽ ടു 4 അവേഴ്സ്. 4 അവേഴ്സ് ടൈം ടേക്കൺ, ടൈം സേവ് ചെയ്തത് 4 മണിക്കൂറാണെങ്കിൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 6 മണിക്കൂർ. 10 4 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടൈം ടേക്കൺ 6 അവേഴ്സ്. ഏർണിംഗ്സ് അണ്ടർ റോ 1 പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏർണിംഗ്സ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ പ്ലസ് s minus t divided by s into t into r. Time taken r ആണ്, r 6 hours ആണ്, s എന്ന് പറയുന്നത് 10 hours ആണ്, r എന്ന് പറയുന്നത് ₹1 per hour. Earnings is equal to 6 into 1 plus 10 minus 6 divided by 10 into 6 into 1. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏർണിംഗ്സ് എന്ന് പറയുന്നത് ₹8.40 ആണ് അണ്ടർ റോ 1 പ്രീമിയം പ്ലാനിൽ കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, 2 പ്രീമിയം അല്ലെങ്കിൽ ബോണസ് പ്ലാൻ ആണുള്ളത്. ഹാൽസി പ്രീമിയം പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ റോ 1 പ്ലാനും ഉണ്ട്. പ്രോബ്ലം വരുന്ന സമയത്ത് ഷോർട്ട് ആൻസർ ടൈപ്പിൽ ഇത് രണ്ടും കൂടി കണ്ടുപിടിക്കാനായിട്ടായിരിക്കും വരിക. ആ 2 ഫോർമുല മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ടി ഇൻറ്റു ഹാൽസി പ്ലാനിൽ ടി ഇൻറ്റു ആർ പ്ലസ് പെർസെൻറ്റേജ് എസ് മൈനസ് ടി ഇൻറ്റു ഹോൾ റൈസ് ടു ആർ ആണ് ഹാൽസി പ്ലാനിൽ വരിക. ഇവിടെ വരുന്ന സമയത്ത് റോ പ്ലാനിൽ വരുന്ന സമയത്ത് ടി ഇൻറ്റു ആർ പ്ലസ് എസ് മൈനസ് ടി ഡിവൈഡ് ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ. ഈ രീതിയിലാണ് ബോണസ് കണ്ടുപിടിക്കേണ്ടത്. റോ 1 പ്ലാന്റെ അഡ്വാൻറ്റേജ് നോക്കുക. ഇറ്റ് guarantees time wages to workers. The quality of work does not suffer as they are not induced to rush through production as bonus increase and an increase in rate at a higher level of efficiency. Labor cost per unit is reduced because wages of time saved are shared by employer and employee. Fixed overhead cost is reduced with increase in production. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് റോ 1 പ്ലാനിലുള്ളത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്: ദ റോ 1 പ്ലാൻ ഈസ് ക്രിട്ടിസൈസ്ഡ് ബൈ വർക്കേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദേ ഡു നോട്ട് ഗെറ്റ് ദ ഫുൾ ബെനിഫിറ്റ് ഓഫ് ദ ടൈം സേവ്ഡ് by them as they are paid bonus for a portion of the time saved. The raw 1 plan suffers from another drawback that 2 workers, one very efficient and the other not so efficient, may get the same bonus. അതായത് 2 രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. അയാൾ ടൈം ചെയ്യുന്നതിന്റെ ഫുൾ ബെനിഫിറ്റ് ആർക്ക് കിട്ടുന്നില്ല, വർക്കേഴ്സിന് കിട്ടുന്നില്ല, എംപ്ലോയീസിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ പോകുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഡ്രോബാക്ക് ഉള്ളത്, ഒരു എഫിഷ്യന്റ് വർക്കറും ഒരു ഇൻഎഫിഷ്യന്റ് വർക്കറും ഉണ്ടെങ്കിൽ ആ 2 വ്യക്തികൾക്കും ഒരേ ടൈപ്പ് ബോണസ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് കിട്ടുക. അതാണ് ഇതിന്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയാം. നെക്സ്റ്റ് വി മൂവ് ടു മൊഡ്യൂൾ 3, ഓവർ ഹെഡ്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കോൾ ഷീറ്റ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ മെറ്റീരിയലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ അത് ഏത് രീതിയിലാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്, അതുപോലെ ലേബറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ ലേബർ കോസ്റ്റ് ഏതെല്ലാം രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇനി തേർഡ് കാറ്റഗറിയാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഓവർ ഹെഡ്സ്: കോസ്റ്റ് റിലേറ്റഡ് ടു എ കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് may be divided into 2, direct and indirect cost. The indirect cost is the overhead cost and is the total of indirect material cost, indirect labor cost and indirect expense. ഇത് മൂന്നും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലി ഓവർഹെഡ് എന്നുള്ള ടേമിൽ പറയുന്നത്. CAMA defines indirect cost as expenditure on labor, material or services which cannot be economically identifiable with a specific saleable cost per unit. എക്സാക്റ്റ് ആയിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ലാത്തതോ അല്ലെങ്കിൽ അതിനേക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകളിലെയും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറുകളിലെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെയിൽ കോസ്റ്റ്, സെയിലബിളായിട്ട് ഔട്ട്പുട്ടുമായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്തതിനെയാണ് നമുക്ക് എക്കണോമിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ നമ്പർ ഓഫ് കോസ്റ്റ് സെന്റർ or cost unit. So any expenditure over and above
prime cost is called overhead. നമ്മൾ prime cost എന്ന് പറയുന്നത് എല്ലാ direct expense, direct material, direct labor, direct expense, ഇത് മൂന്നും കൂടി ചേർന്നാണ് നമ്മൾ prime cost എന്നുള്ള ഒരു ടേം പറയുന്നത്. ഈ prime cost ന് പുറമെ expenditure over and above prime cost നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, overhead എന്ന് പറയുന്നത്. It is also called a burden or a supplementary cost or own cost or indirect expense. ഇങ്ങനെ 4-5 രീതിയിൽ അതിനെ പറയാറുണ്ട് overheadനെ. ഇനി classification of overhead. Overheads can be classified on the following basis. Functional wise classification. Overheads can be classified into 2 following categories on functional basis. Manufacturing or production overhead. Indirect materials like lubricants, cotton waste, indirect labor like salaries and wages of supervisors, inspectors, storekeepers, indirect expenses like rent, rate, insurance of factory, for power, lighting of factory, welfare expenses like a canteen, medical facility, etc. These are the manufacturing or production overhead. Second functional classification on administration overhead. Indirect materials like office stationery and printing, indirect labor, salaries of office clerks, secretaries, accountants, indirect expenses, rent, rate, insurance of office, lighting, heating, cleaning of office, etc. These are the administration overhead. And last one, selling and distribution overhead. Indirect material like catalog, printing, stationery, price listing, direct salary of sales managers, travelers, sales managers, indirect expense like rent, rates and insurance of showroom, finished goods, go down, etc. Advertising expenses, after sales service, discount, bad debts, etc. These are the selling and distribution overhead. സാധാരണ functional classification production and production overhead വരാം, administration overhead വരാം, selling and distribution overhead വരാം. ഇത്രയും ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 4 കാര്യങ്ങളാണ് വരുന്നത്. മെയിൻ ആയിട്ട് പ്രൈം കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓവർഹെഡ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അതിൻ്റെ ഒരു പ്രോഫിറ്റ് മാർജിൻ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി സെക്കൻഡ് വൈസ് ക്ലാസിഫിക്കേഷൻ, ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. Overheads can be classified into the following category as per behavior pattern. Fixed overheads like managerial remuneration, rent of building, insurance of building, plant, etc. Variable overhead like direct material and direct labor. Semi-variable overhead like depreciation, telephone charges, repair and maintenance of building, machines, equipment, etc. These are the behavior-wise classification. Third one, element-wise classification. Overheads can be classified into the following categories as per element-wise. First one, indirect material. Second one, indirect labor. Third one, indirect expense. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ് ടു കോസ്റ്റ് സെന്റർ. അതായത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. നമ്മൾ ഈ ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇപ്പൊ 3 രീതിയിലുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ 3 ഇതിലുണ്ട്. പ്രൊഡക്ഷൻ ഓവർഹെഡ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, തേർഡ് വൺ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇനി ബിഹേവിയർ വൈസ് ആണെങ്കിൽ ഫിക്സഡ് ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഉണ്ട്, സെമി വേരിയബിൾ ഉണ്ട്. ഇങ്ങനെ 3 രീതിയിലുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇവന്റ് എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഇൻഡയറക്ട് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്ട് ലേബർ ഉണ്ട്, ഇൻഡയറക്ട്. ഇത് ഏത് കാറ്റഗറി എടുത്താലും ഇതിന്റെ ഈ ടൈപ്പ് ഓവർഹെഡിനെ നമ്മൾ കോസ്റ്റ് സെന്ററിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്യുന്നത് ഏതിന്റെ ബേസിലാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. When all the items are collected properly under suitable account heading, the next step is allocation and apportionment of such expense to cost center. This is known as departmentalization or primary distribution of overhead. A factory is administratively divided into different departments like manufacturing or production department, service department, partly producing department. Allocation of overhead expenses. Allocation is the process of identification of overhead with a cost center. An expense which is directly identified with a specific cost center is allocated to that cost center. Thus, it is allotment of a whole item of cost to a cost center or cost unit. For example, the total overtime wages of workers of a department should be charged to that department. The electricity charges of a department, if separate meters are there, should be charged to that particular department only.
അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മൾ ഓരോ കോസ്റ്റ് സെന്റർ ആയിട്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് തീരുമാനിക്കുന്നത്. ഓരോ ടൈപ്പ് വരുന്ന എക്സ്പെൻസുകൾ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് വിത്ത് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഇതാണ് നോക്കേണ്ടത്. ഇനി അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ് എന്താണെന്നുള്ളത്. Apportionment of overhead expense. Cost apportionment is the allotment of proportions of cost to cost center or cost unit. If a cost is incurred for two or more divisions or department, then it is to be apportioned to the different department on the basis of benefit received by them. Common items of overheads are rent and rates, depreciation, repairs and maintenance, lighting, works manager salary, etc. Basis of apportionment. Suitable bases have to be found out for apportioning the items of overhead cost to production and service departments, and then for reappointment of service department cost to other service and production department. The basis selected should be correlated to the expense, and the expense should be measured by the basis. This process of distribution common expense over the department some equitable basis is known as primary distribution. The following are the main basis of overhead apportionment utilized in manufacturing concerns. Direct allocation. Under direct allocation, overheads are directly allocated to the department for which it is incurred. Example, overtime premium of workers engaged in a particular department, power repairs of a particular department, etc. അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക, സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ സെപ്പറേറ്റ് സെക്കൻഡറി ആയിട്ട് കൊടുക്കുക. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർഹെഡിനെ അബ്സോർബ് പോർഷൻ. ഓരോ കോസ്റ്റ് സെന്ററിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത് ഓവർഹെഡ്സിനെ അപ്പോർഷൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണെന്നുള്ളത് ഈ മൂന്ന് രീതിയിലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ മെഷീൻ അവേഴ്സിന്റെ ലേറ്റ്. അണ്ടർ ദിസ് ബേസ് ഓവർഹെഡ് എക്സ്പെൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ റേഷ്യോ ടോട്ടൽ നമ്പർ ഓഫ് ലേബർ ഓർ മെഷീൻ അവേഴ്സ് വർക്ക്ഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. മെജോറിറ്റി ഓഫ് ദ ജനറൽ ഓവർഹെഡ് ഐറ്റംസ് ആർ അപ്പോർഷൻഡ് ഓൺ ദി. മേജർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, അപ്പോർഷൻ ചെയ്തെടുക്കുന്നത്. Second category, value of material passing through cost center. This basis is adopted for expenses associated with the material such as material handling expense. അങ്ങനെയുള്ള കേസ് വരുന്ന സമയത്ത് മെറ്റീരിയൽ എന്താണ്, മെറ്റീരിയൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ എന്താണോ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, കോസ്റ്റ് സെന്ററിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് വൺ, ഡയറക്റ്റ് വേജസ്. Expenses which are booked with the amount of wages. Example, workers in insurance ആകാം, their contribution to provident fund, workers compensation, etc. ഇതെല്ലാം എന്തിനായിരിക്കും, ഡയറക്റ്റ് വേജസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, അപ്പോർഷൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുക. The modern company is divided into 4 departments. A, B and C are producing department and D is a service department. The actual cost for a period are as follows. Rent 1000 rupees, supervision 1500, depreciation of rupees 450 on plant, light 120, repairs to plant 600, fire insurance in respect of stock 500, power 900, employees liability for insurance rupees 150. The following information is available in respect of the 4 department. Department A, B, C, D എന്ന് പറഞ്ഞിട്ട് 4 കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്യൂട്ടബിൾ ബേസിസ് ആണ് പറയുന്നത്. അപ്പോർഷൻ ചെയ്യേണ്ട ബേസിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏരിയ സ്ക്വയർ മീറ്റേഴ്സ് 1500, 1100, 900, 500. അതുപോലെ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ടോട്ടൽ വേജസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് പ്ലാന്റ് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ HP ഓഫ് പ്ലാന്റ്. ഈ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോർഷൻ ദ കോസ്റ്റ് ടു ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇക്വിറ്റബിൾ ബേസിസ്. അവിടെ സെലക്ഷൻ ചെയ്യുന്നത് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി കാണിക്കാം. അതിലെ ഐറ്റം ബേസ്, ഓരോ ഐറ്റം നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം ബേസ് കാണിക്കുക, ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് എന്തിന്റെ ബേസിലാണ് നമ്മൾ അത് അപ്പോർഷൻ ചെയ്യുന്നത് എടുക്കുന്നത് കാണിക്കുക, ടോട്ടൽ എമൗണ്ട് കാണിക്കുക, 4 ഡിപ്പാർട്ട്മെന്റിലേക്കും ഏത് രീതിയിലാണ് കൊടുക്കുന്നത് ആ അപ്പോർഷൻമെന്റ് എന്തിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റെന്റ് ആണ്, എമൗണ്ട് 1000 രൂപ. അത് ഏതാണ്, ഫ്ലോർ ഏരിയന്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഡിപ്പാർട്ട്മെന്റ് എ, ബി, സി ആൻഡ് ഡി 4 ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ടത് ഏത് റേഷ്യോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ തന്നിട്ടുണ്ട് 1500 ഈസ് ടു 1100 ഈസ് ടു 900 ഈസ് ടു 5. അതായത് 15 ഈസ് ടു 11 ഈസ് ടു 9 ഈസ് ടു 5. ഈ റേഷ്യോയിൽ വേണം നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്, 1000 രൂപനെ വീതിച്ച് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് സൂപ്പർവിഷൻ ചാർജസ് ആണ്. എമൗണ്ട് 1500 ആണ്. അത് ഏതാണ്, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, അപ്പോർഷൻ ചെയ്യുക. അത് 20:15:10:5 ഈ റേഷ്യോയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ വരുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന വാല്യൂ 450 ആണ്. അതെന്താണ്, പ്ലാന്റിന്റെ വാല്യൂവിന് അനുസരിച്ചാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. പ്ലാന്റിന്റെ വാല്യൂ അവിടെ തന്നെ തന്നിട്ടുണ്ട്. 24:18:12:6 എന്നുള്ള റേഷ്യോയിൽ വീതിക്കുക. ലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയ ആണ്. ലൈറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പോയിന്റ്സ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോർ ഏരിയ കാണിച്ചിട്ട് ആ എമൗണ്ട് വീതിച്ചു കൊടുക്കുക. റിപ്പയർസ് ടു പ്ലാന്റ് എന്ന് പറയുന്നത് 600 രൂപയാണ്. പ്ലാന്റിന്റെ വാല്യൂ ആണ് നമ്മൾ അത് പോർഷൻ ചെയ്തെടുക്കേണ്ടത്. ആ റേഷ്യോയിൽ വീതിക്കുക. അതുപോലെ തന്നെ പവർ എന്ന് പറയുന്നത് ഹോഴ്സ് പവർ ഓഫ് HP പ്ലാന്റ് തന്നിട്ടുണ്ട്. HP ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ആ റേഷ്യോയിൽ വേണം നമ്മൾ 900 rupees വീതിച്ചു കൊടുക്കാൻ. പിന്നെ വരുന്ന എംപ്ലോയീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക, അബ്സോർപ്ഷൻ ചെയ്തെടുക്കാൻ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ആ ടോട്ടൽ കോസ്റ്റ് സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നോ അപ്പോർഷൻ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കും. നെക്സ്റ്റ് വരുന്നതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. Absorption means the distribution of overhead expense allotted to a particular department over the units produced in that department. Overhead absorption is accomplished by overhead rates. Methods of absorption of manufacturing overhead. The following are the main method of absorption of manufacturing overhead. Direct material cost method. Under this method, percentage of factory expense to value of direct material consumed in production is calculated to absorb manufacturing overhead. The formula is overhead rate is equal to production overhead expense or budgeted overhead expense divided by anticipated direct material cost. If in a factory the anticipated cost of direct material is ₹4 lakh and the overhead budget expense are ₹1 lakh, then overhead rate will be 25%, 1 lakh divided by 4 lakh of the material used. It is assumed that the relation between materials and factory expense will not change. This method is simple and can be adopted under the following circumstances: where the proportion of overhead to the total cost is significant, where the price of material are stable, where the output is uniform, only one kind of article is produced. നമ്മൾ ഓവർഹെഡ് അബ്സോർപ്ഷൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അതിന്റെ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാം. ബഡ്ജറ്റഡ് ഓവർഹെഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ആന്റിസിപ്പേറ്റഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് അബ്സോർബ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് മെത്തേഡ് എന്ന് പറയുന്നത്. This is a simple and easy method and widely used in most of the concern. The overhead rate is calculated as under: overhead rate is equal to production overhead expense divided by direct labor cost. If from past experience the percentage of factory expense to direct wages is 50%, then the factory expense in the next year taken as 50% of the direct wages. This method is suitable under following circumstances: where direct labor constitute a major proportion of the total cost of production, അതുപോലെ തന്നെ where production is uniform, where labor employed and types of work performed are uniform, where the ratio of skilled and unskilled labor is constant, where there are no variation in the rates of pay, that is the rate of pay and the method are the same for the majority of the workers in the concern. In some concern, a separate rate is calculated for the fringe benefit and applied on the basis of direct labor cost. Third method എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് മെത്തേഡ് ആണ്. Under this method, the recovery rate is calculated dividing the budgeted overhead expense by the aggregate of direct material and direct labor cost of all the products of a cost center. The formula is overhead recovery rate is equal to production budget overhead expense divided by anticipated direct material and direct labor cost. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Suppose if the budgeted overhead are ₹50,000 and the estimated value of direct material and direct labor are 30,000 and 20,000, the overhead recovery rate will be 100%. 50 divided by 50,000 into 100 divided by 30,000 plus 20,000. ഇനി ലാസ്റ്റ് ഡയറക്റ്റ് ലേബർ മെത്തേഡ്. നാലാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡ് ഓർ പ്രൊഡക്ഷൻ അവർ മെത്തേഡ്. This rate is obtained by dividing the overhead expense by the aggregate of the production hours of direct workers. The formula is overhead rate is equal to production overhead expense divided by direct labor hours. If a particular period the overhead expenses are ₹50,000 and the direct labor hours are 1 lakh, then overhead labor rate will be 0.50, that is 50,000 divided by 1 lakh.
This rate is suitable where the production is done using more of labor and less technology is used. അവിടെ കൂടുതൽ എന്താണ് ലേബർ ആണ് യൂസ് ചെയ്യുന്നത് ടെക്നോളജിക്ക് പകരമായിട്ട്. അങ്ങനെയുള്ള ഫേമിന് ഡയറക്റ്റ് ലേബർ അവേഴ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓവർഹെഡ് റേറ്റ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ it is desired to taken into consideration on the time factor. ഇവിടെ ടൈം ഫാക്ടർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആണ് എടുക്കുക. The rate may not be affected by the method of wage payment or the grade or the rate of workers. ഈ ഒരു ഓവർഹെഡ് റേറ്റ് എടുക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ലേബർ അവർ എടുക്കുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ വേജ് പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസ് വരില്ല. ഒരു ഇല്ലസ്ട്രേഷൻ നോക്കുക. From the following particulars find out direct labor hour rate. Total number of laborers in the working in the department 400. Total working days in a year 300. Number of working hours per day 8. Total department overheads per year rupees 1,82,400. Normal ideal time allowed 5%. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ലേബർ അവർ റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ഫോർ ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ്. ടോട്ടൽ വർക്കിംഗ് ഡേ ഇൻ എ ഇയർ 300. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് പെർ ഡേ ഇസ് ഈക്വൽ ടു 8. അപ്പോൾ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് അവൈലബിൾ പെർ വർക്കർ പെർ ഇയർ 2,400. 300 into 8 2,400. അതിന് ഐഡിയൽ ടൈം, നോർമൽ ഐഡിയൽ ടൈം 5% ആണ്. 5% ആണ് 2,400 അവേഴ്സ് 120. അത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് പെർ വർക്കർ പെർ ഇയർ എന്ന് പറയുന്നത് 2,400 120 മൈനസ് ചെയ്ത് കിട്ടുന്ന 2,280 മണിക്കൂറുകളാണ് ഇഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് പെർ വർക്കർ ഒരു വർഷത്തേക്ക് വേണ്ടി വന്നത്. നമ്പർ ഓഫ് വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് 400 എന്ന പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ഇഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് 2,280 into 400 9,12,000 അവേഴ്സ് ആണ് ടോട്ടൽ വരുന്നത് ഹോൾ ഡിപ്പാർട്ട്മെന്റിൽ. ടോട്ടൽ ഡിപ്പാർട്ട്മെന്റൽ ഓവർഹെഡ് പെർ ഇയർ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 1,82,400. So direct labor rate for absorption of overhead per hour is equal to 1,82,400 divided by 9,12,000, that is rupees 0.20 ആണ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് വരുന്നത്. ഇനി ലാസ്റ്റത്തെ മെത്തേഡാണ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലേബർ ഫോഴ്സിനേക്കാളും മെഷീനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫേംസിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മൾ മെഷീൻ അവർ റേറ്റ് ആണ് കൂടുതൽ സ്യൂട്ടബിൾ അപ്പോർഷൻ ചെയ്യാൻ, ഓവർഹെഡ് അബ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്നത് മെഷീൻ അവർ റേറ്റ് ആണ്. മെഷീൻ അവർ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്തിട്ടാണ് ഓവർഹെഡ് അബ്സോർബ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മെഷീൻസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആകാം, സെമി ഓട്ടോമാറ്റിക് ആവാം. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട്, ക്വാളിറ്റി ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്താണ്, മെഷീന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഷീൻ അവർ റേറ്റ് മെത്തേഡാണ് കറക്റ്റ് ആയിട്ട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഓവർഹെഡ് അബ്സോർബ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അവിടെ തന്നിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിൽ കുറെ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓരോ മെഷീനും ഓരോ ഗ്രൂപ്പ് ഓഫ് മെഷീനും സെപ്പറേറ്റ് കോസ്റ്റ് സെന്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ഓവർഹെഡ് എക്സ്പെൻസ് ഫോർ ദ പീരിയഡ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ഫോർ ഈച്ച് മെഷീൻ. അല്ല, ഓരോ പീരിയഡിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഓവർഹെഡ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, അബ്സോർവ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഓവർഹെഡ് റിലേറ്റിംഗ് ടു മെഷീൻ ആർ ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്, ഫിക്സഡ് ഓർ സ്റ്റാൻഡിംഗ് ചാർജസും അതുപോലെ വേരിയബിൾ ഓർ മെഷീൻ എക്സ്പെൻസ്. ഇങ്ങനെ 2 രീതിയിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലം ചെയ്തു വരിക. തന്നിരിക്കുന്ന എക്സ്പെൻസുകളെ 2 ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഫിക്സഡ് ആൻഡ് സ്റ്റാൻഡിംഗ് ചാർജസ്, അതുപോലെ തന്നെ വേരിയബിൾ ഓർ മെഷീൻ എക്സ്പെൻസ്. Standing charges are estimated for a period for every machine and the amount so estimated is divided by the total number of working hours of the machine during that period in order to calculate hourly rate of fixed charges for machine. An hourly rate is calculated for each item. സ്റ്റാൻഡിംഗ് ചാർജസ് വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് നോർമൽ വർക്കിംഗ് അവേഴ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാൻഡിംഗ് ചാർജസ് ഫിക്സ് ചെയ്യുന്നത്. അവർലി റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡിംഗ് ചാർജസ് എത്രയാണെന്നുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ ഓഫ് സ്റ്റാൻഡിംഗ് ചാർജസ് ആൻഡ് മെഷീൻ എക്സ്പെൻസ് റേറ്റ് വിൽ ബി ഗിവൺ ഓർഡിനറി
machine hour rate. Some of the bases which may be adopted for apportioning the different expense for the purpose of calculation of machine hour rate are given. നമ്മൾ മെഷീൻ അവർ റേറ്റിന് ഒരു സ്യൂട്ടബിൾ ബേസിസിലായിരിക്കണം നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ആ സം ബേസിസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ്. ഫസ്റ്റ് വൺ റെന്റ് റേറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയ ആണ്. ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഈച്ച് മെഷീൻ ഇൻക്ലൂഡിംഗ് സറൗണ്ടിങ് സ്പേസ്. അത് വെച്ചിട്ടാണ് റെന്റ് റേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് വരുന്ന സമയത്ത് ദ നമ്പർ ഓഫ് പോയിന്റ്സ് യൂസ്ഡ്, ലൈറ്റ് പോയിന്റ്സ് യൂസ്ഡ് പ്ലസ് കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ലൈറ്റിംഗ് ഓർ ഹീറ്റിംഗ് ഫോർ എനി ഇൻഡിവിജ്വൽ മെഷീൻ. അത് വെച്ചിട്ടാണ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ടൈം ഡിവൈഡഡ് ബൈ ദ സൂപ്പർവൈസർ സ്റ്റാഫ് ടു ഈച്ച് മെഷീൻ. ഓരോ മെഷീനും സെപ്പറേറ്റ് ആയിട്ട് സൂപ്പർവൈസറി ചാർജസ് വരും. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ലൂബ്രിക്കന്റ് ഓയിൽ ഓർ കൺസ്യൂമർ ഷോസ് ഓൺ ദ ബേസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതുപോലെ കൊടുക്കുക. ഇൻഷുറൻസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് മെഷീൻ ആണ്. ഇൻഷുറൻസ് വാല്യൂ ഓഫ് ഈച്ച് മെഷീൻ. മിസ്ലേനിയസ് എക്സ്പെൻസ് വന്നിട്ട് ഇക്വിറ്റബിൾ ബേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഫാക്ട് എന്താണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഇക്വിറ്റബിൾ ബേസിസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. മെഷീൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡിംഗ് ചാർജസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മെഷീൻ എക്സ്പെൻസുകളാണ്. അതിന് ഡിപ്രീസിയേഷൻ വരാം. കോസ്റ്റ് ഓഫ് മെഷീൻ ഇൻക്ലൂഡിംഗ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡിംഗ് ബൈ എക്യുപ്മെന്റ് സച്ച് ആസ് സ്പെയർ മോട്ടോഴ്സ്, സ്വിച്ച് ഗിയേഴ്സ് എക്സെട്ര ലെസ് റെസിഡുവൽ വാല്യൂസ് ഓവർ ഇറ്റ്സ് വർക്കിംഗ് ലൈഫ്. ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് നോക്കുക. പിന്നെ പവർ എന്ന് പറയുന്നത് ആക്ച്വൽ കൺസംഷൻ എത്രയാണോ ഷോ ബൈ മീറ്റർ റീഡിംഗ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കൺസംഷൻ അസറ്റ് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് പവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. റിപ്പയർസ് കോസ്റ്റ് ഓഫ് റിപ്പയർസ് സ്പ്രെഡ് ഓവർ ഇറ്റ്സ് വർക്കിംഗ് ലൈഫ്. മെഷീന്റെ ലൈഫിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് റിപ്പയർസ് ചാർജസ് കൊടുക്കാൻ. ഒരു ഇല്ലസ്ട്രേഷൻ നോക്കുക. എ മെഷീൻ ഈസ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് റുപ്പീസ് അറ്റ് 9,200. ഇറ്റ്സ് വർക്കിംഗ് ലൈഫ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 18,000 hours. After which its scrap value is estimated at rupees 200. It is assumed from past experience that the machine will work for 1,800 hours annually. The repair charges will be rupees 1,800 during the whole period of life of the machine. The power consumption will be 5 units per hour at 6 paise per unit. Other annual standing charges are estimated to be rent of department machine occupies 1/5 of total space, rupees 780. Light 12 points in the department, 2 points engaged in the machine, 288. Foreman salary 1/4 of his time is occupied in the machine, 6,000. Insurance premium fire for machinery 36, cotton waste 60. Find out the machine hour rate on the basis of above data for allocation of the works expense to all the jobs for which the machine is used. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുക. ഹെഡിങ് കൊടുക്കുക കാൽക്കുലേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ്. 3 കോളം വേണം. പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം പെർ ആനം കോസ്റ്റും അതുപോലെ തന്നെ പെർ അവർ കോസ്റ്റും. ഈ 2 രീതിയിലാണ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഫിക്സഡ് ഓർ സ്റ്റാൻഡിംഗ് ചാർജസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൽ ആദ്യം വരുന്നത് റെന്റ് ആണ്. റെന്റ് എന്ന് പറയുന്നത് 780 ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ 1/5 പോർഷൻ ആണ് അവിടെ മെഷീന്റെ സ്പേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 780 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. 156 കിട്ടും. അത് പെർ ആനം എന്ന് പറഞ്ഞ ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. പിന്നെ വരുന്ന ലൈറ്റ് പോയിന്റ്സ് ആണ്. ലൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ 288 ആണെന്ന് തോന്നുന്നു. അതിൽ 2 പോയിന്റ്സ് ആണ് ആക്ച്വലി ഇതിലേക്ക് വരുന്നത് ടോട്ടൽ ഫാക്ടറിയിൽ ആ മെഷീന് വരുന്നത്. അതുകൊണ്ട് തന്നെ 2/12 into 288 48 എന്ന് കിട്ടും. ഇൻഷുറൻസ് ചാർജസ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 36 എന്നുള്ളത്. ആ 36 എഴുതുക. കോട്ടൺ വേസ്റ്റ് എന്ന് പറയുന്നത് 60, അത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം ടോട്ടൽ പ്രീമിയം എമൗണ്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാകാം. അതിനെന്ത് ചെയ്യുക മെഷീന്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഷുർ ചെയ്ത വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ പെർ ആനം എത്രയാണെന്നുള്ളത് കാണിക്കും. അല്ലെങ്കിൽ ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ മെഷീൻ ഉണ്ടെങ്കിൽ ആ ഫുള്ള് 5 മെഷീൻ ഉണ്ടെങ്കിൽ 5 മെഷീനും കൂടിയിട്ടാണ് ചിലപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ അതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏതാണോ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ മെഷീൻ എത്രയാണോ വരുന്നത് അതാണ് ഇവിടെ എടുക്കേണ്ടത്. ഇതിൽ പക്ഷെ ഒരു മെഷീന്റെ കാര്യം പറയുന്നുള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് ഇൻഷുറൻസ് പ്രീമിയം 36 കിട്ടിയതുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് പോകാം. പിന്നെ കോട്ടൺ വേസ്റ്റ് 60. പിന്നെ ഫോർമാൻ സാലറി 1/4 ഓഫ് ഹിസ് ടൈം. അതായത് ഫോർമാൻ എന്ന് പറയുന്നത് 1/4 സമയം മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ മെഷീന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ 6000 രൂപന്റെ 1/4 1500. ഇത്രയാണ് സ്റ്റാൻഡിംഗ് ചാർജസ് വരുന്നത്. അപ്പൊ അത് ആഡ് ചെയ്യുക. ഇന്നർ കോളത്തിൽ ഫസ്റ്റ് കോളം തന്നെ ആഡ് ചെയ്തിടുക. അപ്പൊ ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജസ് എത്രയാന്ന് കിട്ടി? 1800 രൂപയാന്ന് കിട്ടി.
Therefore, hourly rate of standing charges is equal to 1800 divided by normal working hours. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 1800 അവർ ആണെന്നുള്ളത്. അപ്പോൾ 1800 divided by 1800 1 രൂപ എന്നുള്ളത് ലാസ്റ്റ് കോളത്തിൽ പെർ അവർ കോളത്തിൽ കാണിക്കുക. നമ്മൾ പെർ അവർ അവർലി റേറ്റ് ആണ് ഇവിടെ വരുന്നത്. അവർലി റേറ്റ് 1 രൂപ എന്നുള്ളത് ലാസ്റ്റ് കോളത്തിൽ കാണിക്കുക. ഇനി വരുന്നത് മെഷീൻ റിലേറ്റഡ് എക്സ്പെൻസുകളാണ്. അത് എത്രയാണെന്നുള്ളത് നോക്കുക. ഇവിടെ വരുന്നത് ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. ഡിപ്രീസിയേഷന്റെ മെഷീന്റെ വാല്യൂ എന്ന് പറയുന്നത് 9200 ആണ്. അത് അതിന്റെ ലൈഫ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന സമയത്ത് എത്രയാണ് 200 രൂപ സ്ക്രാപ്പ് കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പൊ 9200 മൈനസ് സ്ക്രാപ്പ് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ വർക്കിംഗ് അവേഴ്സ്. അയാളുടെ എൻറ്റയർ വർക്കിംഗ് ലൈഫില് 18000 അവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 9000 ഡിവൈഡഡ് ബൈ 18000 ചെയ്ത് കഴിഞ്ഞാൽ 0.50 അത് പെർ ആനം കോസ്റ്റിൽ എഴുതുക. പിന്നെ വരുന്നത് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് നോക്കുക. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് 1080 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1080 ഡിവൈഡ് ബൈ ടോട്ടൽ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 18000 അവേഴ്സ് ആണ്. അപ്പൊ 1080 ഡിവൈഡ് ബൈ 18000 ചെയ്ത് കഴിഞ്ഞാൽ 0.06 കിട്ടും. പിന്നെ പവറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. 0.06 പൈസയാണ്, 5 യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതേ ഇൻറ്റു 0.06 into 5 ചെയ്ത് കഴിഞ്ഞാൽ 0.30 കിട്ടും ലൈഫ് പവറിന്റെ പവർ കൺസംഷൻ. ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് 0.86 പെർ അവർ കോളത്തിൽ കാണിക്കുക. ആ ലാസ്റ്റ് കോളം മാത്രം ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് മെഷീൻ അവർ റേറ്റ് 1.86 എന്നുള്ളത്. അപ്പൊ ഓർത്ത് വെക്കുക, മെഷീൻ അവർ റേറ്റിന്റെ ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിക്കാറുണ്ട് ചോദ്യം എക്സാമിന്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് 2 രീതിയിലാണ് ചെയ്യേണ്ടത്. ഫിക്സഡ് ഓർ സ്റ്റാൻഡിംഗ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് ഫിക്സഡ് ചാർജസ് ഏതൊക്കെയാണുള്ളതെന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യുക. പെർ ആനം കോസ്റ്റ് കൺസിഡർ ചെയ്യുക. ആ ടോട്ടൽ സ്റ്റാൻഡിംഗ് ചാർജസ് കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ വർക്കിംഗ് അവേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അവർലി വർക്കിംഗ് അവേഴ്സ്, ആ വർക്കിംഗ് അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന മെഷീൻ എക്സ്പെൻസുകളാണ്. മെഷീൻ എക്സ്പെൻസ് എപ്പോഴും നമ്മൾ മെഷീന്റെ കോസ്റ്റ് കണക്കാക്കുക. അതിൽ സ്ക്രാപ്പ് വല്ലതുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് എൻറ്റയർ വർക്കിംഗ് ലൈഫ് അവേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് അതുപോലെ ടോട്ടൽ എൻറ്റയർ വർക്കിംഗ് ലൈഫ് അവേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. പവർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സാക്ട് പോയിന്റ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാകും, അതാണ് എടുക്കേണ്ടത്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാൻ. മൂന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്ന ഒരു കാര്യമാണ് ഓവർഹെഡ് അബ്സോർപ്ഷൻ. അതിനോടനുബന്ധിച്ച് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. വെൻ കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ഈസ് സെറ്റ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് കോൾഡ് കോസ്റ്റ് sheet. It is usually adopted when there is only one main product and all costs are almost all incurred for that product only. The information incorporated in a cost sheet would depend upon the requirements of management for the purpose of control. മാനേജ്മെന്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റിംഗ് ഇൻഫർമേഷൻ എല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്പെസിഫിക് മാതൃക തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് 3 കോളം. particulars, total cost column, cost per unit column. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റിന്റെ കൂടെ വർക്ക്സ് ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. വർക്ക് കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാകും, പ്രോഫിറ്റ് മാർജിൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ കൂടി തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാൻ. ഈ രീതിയിലാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓർത്ത് വയ്ക്കുക, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ വരുന്നത്. അതിന് പുറമെ പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതും കാണിക്കാം പ്രൈം കോസ്റ്റിൽ. അതിന്റെ കൂടെ ബാക്കി വരുന്നതാണ് വർക്ക്സ് ഓവർഹെഡ്, ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓവർഹെഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളിനെയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. വർക്ക്സ് ഓവർഹെഡ് ആകാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആകാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും കൂടി ആഡ് ചെയ്ത് ാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ വരുന്നത്. അതാണ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതിന്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത്, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. ഇല്ലസ്ട്രേഷൻ 2 നോക്കുക. കാൽക്കുലേറ്റ് പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് 30,000, വേജസ് ഫോർ ഫോർമാൻ 2,500, ഇലക്ട്രിക് പവർ 500, ലൈറ്റിംഗ് ഫാക്ടറി 1,500, ഓഫീസ് 500, സ്റ്റോർ കീപ്പേഴ്സ് വേജസ് 1,000, ഓയിൽ ആൻഡ് വാട്ടർ 500, റെന്റ് ഫാക്ടറി
5,000, office 2,500, repairs and renewals, factory 3,500, transfer to reserve 1,000, discount on share of return of 500, depreciation factory plant 500, office premises 1,250, consumer stores 2,500, manager salary 5,000, director fees 1,250, office stationery 500, telephone charges 125, postage and telegram 250, salesman salary 1,250, traveling expense 500, advertising 1,250, warehouse charges 500, sales 1,18,500, carriage outward 375, dividend 2,000. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ എല്ലാ എക്സ്പെൻസുകളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുക, ഫാക്ടറി കോസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക, അതുപോലെ കോസ്റ്റ് ഓഫ് സെയിൽസ്, പ്രോഫിറ്റ്, ഇതെല്ലാം കണ്ടുപിടിക്കണം. സൊല്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയാം. ആദ്യം വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh എടുത്ത് എഴുതുക, ഡയറക്റ്റ് വേജസ് അതിന്റെ കൂടെ ആഡ് ചെയ്യുക. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 1,30,000 എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ആഡ് വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന മേലെയുള്ള ലിസ്റ്റിൽ ഏതൊക്കെയാണ് ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ് എന്നുള്ളത് തീരുമാനിക്കണം. അത് നമ്മൾ ഐറ്റം ബേസ് ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നെ അത് എന്ത് ടൈപ്പ് ഓവർഹെഡ് ആണെന്നുള്ളത് അവിടെ തന്നെ നോട്ട് ചെയ്തിട്ട് പോകുക. ഫാക്ടറി ഓവർഹെഡ് വേജസ് ഓഫ് ഫോർമാൻ 2,500, അതുപോലെ ഇലക്ട്രിക് പവർ 500, സ്റ്റോർ കീപ്പർ വേജസ് 1,000, ഓയിൽ ആൻഡ് വാട്ടർ 500, ഫാക്ടറി റെന്റ്, അത് ഫാക്ടറി ആയിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള എക്സ്പെൻസുകൾ. ഫാക്ടറി റെന്റ് 5,000, റിപ്പയർസ് ആൻഡ് റിന്യൂവൽസ് ഫാക്ടറി പ്ലാന്റ് 3,500, ഫാക്ടറിയിൽ 18,500, depreciation ഫാക്ടറി പ്ലാന്റ് 500, കൺസ്യൂമർ സ്റ്റോഴ്സ് 2,500. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് ഫാക്ടറി ഓവർഹെഡ് 17,500 ആണ്. അതെന്ത് ചെയ്യുക, ഫാക്ടറി കോസ്റ്റും കൂടെ ആഡ് ചെയ്യുക. 1,30,000 കൂടെ 17,500 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടും അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടും 1,47,500. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ് ആഡ് ചെയ്യാനുള്ളത്. അത് ഓഫീസ് റിലേറ്റഡ്, ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് എക്സ്പെൻസുകളാണ് അവിടെ കാണിക്കേണ്ടത്. അവിടെ ഇത് ഓഫീസ് റെന്റ് എന്ന് പറയുന്നത് 2,500, റിപ്പയർസ് ആൻഡ് റിന്യൂവൽസ് ഓഫീസ് പ്രമൈസസ് 500, അതുപോലെ തന്നെ ഓഫീസ് ലൈറ്റിംഗ് 500, ഡിപ്രീസിയേഷൻ ഓഫീസ് പ്രമൈസസ് 1,250, മാനേജേഴ്സ് സാലറി 5,000, ഡയറക്ടർ ഫീസ് 1,250, ഓഫീസ് സ്റ്റേഷനറി 500, ടെലിഫോൺ ചാർജസ് 125, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 250. അപ്പൊ ടോട്ടല് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് 11,875 ആണ്. അത് നമ്മൾ നേരത്തെ വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് 1,47,500. അതിന്റെ കൂടെ ഈ എമൗണ്ട് ആഡ് ചെയ്തിടുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1,59,375 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക. കാരേജ് ഔട്ട്വേർഡ് 375, സെയിൽസ്മാൻ സാലറി 1,250, ട്രാവലിംഗ് എക്സ്പെൻസ് 500, അതുപോലെ അഡ്വർടൈസിംഗ്, അതുപോലെ തന്നെ വെയർ ഹൗസ് ചാർജസ് രണ്ടും കൂടി ചേർത്ത് 1,250, 500. അപ്പൊ ടോട്ടൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് 3,875. ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 1,63,250 രൂപ. പിന്നെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. സെയിൽസ് വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്, 1,89,500 രൂപ. അതിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് 26,250 രൂപ. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് വരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം മാത്രം ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അത്യാവശ്യമുള്ള എല്ലാ ടൈപ്പ് ഓവർഹെഡുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഷോർട്ട് ആൻസർ ടൈപ്പ് വന്നാലും കൂടി നിങ്ങൾക്ക് ഏതാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രൈം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും കൂടി ആഡ് ചെയ്താൽ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അതിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ സെയിൽസ് കിട്ടും. പ്രോബ്ലത്തിൽ സെയിൽസ് വാല്യൂ ആയിരിക്കും തരിക. അതൊന്ന് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക.